ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഒന്നിട്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞോട്ടെ. സർക്കാരിന്റെ തീരുമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് പരീക്ഷയുടെ സമയം നീട്ടി തരാനും പോകുന്നില്ല, പോർഷൻസ് കുറയ്ക്കാനും പോകുന്നില്ല. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഉള്ള സമയം വളരെ ക്രൂഷ്യലാണ്. അല്പം പോലും സമയം വേസ്റ്റ് ആകാതെ ഗാഠമായി പഠിക്കാന്ന് മാത്രമാണ് കേട്ടോ. എല്ലാ ടീച്ചേഴ്സ് ആൾറെഡി പറഞ്ഞു കാണും, ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ മോളിക്കുലർ ഡയഗ്നോസിസ് എന്ന ഫീൽഡിലേക്ക് ബയോടെക്നോളജി ആപ്ലിക്കേഷനെ കുറിച്ചായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു നിർത്തിയത് നമുക്ക് ഇന്നത്തെ ഒരു രീതി അനുസരിച്ച് ക്ലാസിക്കൽ ഡയഗ്നോസിസ് അനുസരിച്ച് രോഗാണുവിന്റെ സ്ഥാനത്ത് വളരെ കൂടിയാലേ കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് മിക്കപ്പോഴും രോഗാണു സ്ഥാനത്ത് വളരെ കൂടുമ്പോൾ നമുക്ക് രോഗലക്ഷണം വരും. അപ്പൊ അത് രോഗിയായി കഴിഞ്ഞു. അപ്പോഴിന്റെ രോഗം എന്താണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമേ അത് സഹായിക്കുന്നുള്ളൂ, അല്ലേ? അല്ലാതെ രോഗത്തെ തടയാൻ കാര്യമായിട്ട് പിന്നെ രോഗം വന്നതിന് ശേഷമുള്ള തടച്ചിലേ നടക്കുന്നുള്ളൂ. രോഗം വരാതെ തടയുന്നതിന് ഡയഗ്നോസിസ് ഇപ്പോൾ കാര്യമായി സഹായിക്കുന്നില്ല. എന്നാൽ ബയോടെക്നോളജി അങ്ങനെയല്ല. ബയോടെക്നോളജി ഹെൽപ്പ് ഫോർ ടു prevent the presence of pathogen even in the very low concentration, so that we can prevent the spreading of അല്ലെങ്കിൽ prevent weaken the disease person. രോഗിയെ മാറുന്നതിനെ തടയാൻ കഴിയും. Also we can save many things such as time, money, then health, everything we can save. രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചില റെസ്റ്റ് എടുക്കണം, മരുന്ന് കഴിക്കണം. കാരണം പണം നഷ്ടപ്പെടും, ചികിത്സ നൽകേണ്ടി വരും, സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും, മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകും. ഇതൊന്നും ഇല്ലാതെ നമുക്ക് രോഗാണു സാധ്യതയും ചെറിയ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ച് അവയെ നശിപ്പിക്കാൻ കഴിഞ്ഞാൽ രോഗം വരാതെ രക്ഷപ്പെടാമെന്നതിന്റെ മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ സഹായിക്കുന്ന ബയോടെക്നോളജി മെത്തേഡുകൾ 3 ആയിരുന്നു: RDA ടെക്നോളജി, PCR ആൻഡ് എലിസ. എലിസയുടെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ അവരെ പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ രോഗാണുവിന്റെ സാന്നിധ്യം വളരെ ലോ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത് പറയാം. PCR ആണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡ്. അതെങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പറയാം. നോക്കൂ, ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾ ഒരു അമ്മാവിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയി കൂട്ടുകിടന്നു, അമ്മാവിന് ക്ഷയമാണെന്ന് മനസ്സിലാവുന്നു. പിന്നീട് അപ്പൊ നിങ്ങൾക്ക് സംശയം, നിങ്ങളുടെ രക്തത്തിൽ ഈ ക്ഷയരോഗത്തിന്റെ ബാക്ടീരിയകൾ കടന്നിട്ടുണ്ടാകുമോ? ഇതാണ് നിങ്ങളുടെ സംശയം. അപ്പൊ രോഗലക്ഷണം വരുന്നതിനെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് ഒക്കത്തില്ല. രോഗലക്ഷണം വരുന്നത് 2 ആഴ്ച കഴിഞ്ഞായിരിക്കും. ഇപ്പോഴത്തേക്ക് രോഗാണുവിന്റെ സാന്നിധ്യം രക്തത്തിൽ വളരെയേറെ കൂടും. ഇപ്പൊ നമ്മുടെ രക്തത്തിൽ രോഗാണു സാധ്യത വളരെ കുറവാണ്. അതായത് ഒരു 10 മില്ലിക്കകത്ത് ഒരു ബാക്ടീരിയ ഉള്ളൂ എന്ന് വെച്ചോളൂ. ഇപ്പൊ നമ്മളൊരു 10 മില്ലി ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ബാക്ടീരിയ വരും. പക്ഷെ ഇതിനെ കണ്ടുപിടിക്കാൻ നമ്മുടെ ക്ലാസിക്കൽ ബയോടെക്നോളജി കൊണ്ട് ഒക്കത്തില്ല. എന്നാൽ ക്ലാസിക്കൽ ഡയഗ്നോസിസ് കൊണ്ട് ഒക്കത്തില്ല. എന്നാൽ നമുക്ക് DNA ടെക്നോളജി, PCR, എലിസ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതനുസരിച്ച് നമ്മൾ PCR ഉപയോഗിച്ച് കണ്ടുപിടിക്കും നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആകെ അറിയാൻ, നിങ്ങൾക്ക് ക്ഷയരോഗത്തിന്റെ സാന്നിധ്യമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ അതിന് കാരണം ഭയങ്കര പേരെന്നാണ് ട്യൂബർക്കിൾ ബാസിലസ്. അപ്പൊ ട്യൂബർക്കിൾ ബാസിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ DNA എന്താണെന്ന് ശാസ്ത്രലോകത്തിന് നന്നായിട്ട് അറിയാം. ഓരോ ബാക്ടീരിയയുടെ ജീനുകളുടെ ജീൻ മാപ്പിംഗ് ഒക്കെ ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതറിയാം എന്താണ് ട്യൂബർക്കിൾ ബാസിലസ് എന്ന ബാക്ടീരിയയുടെ എന്താണ് DNA. അപ്പൊ നമ്മളെന്താ പറഞ്ഞു, നിങ്ങളുടെ രക്തത്തിലുള്ള കംപ്ലീറ്റ് സെല്ലുകളിലെ ഈ 100 മില്ലി, ഈ 10 മില്ലി ബ്ലഡിനകത്തുള്ള കംപ്ലീറ്റ് സെല്ലിന്റെ DNA എടുത്തു. DNA എന്ന് പറയുമ്പോൾ അതിനകത്ത് എവിടെ നിന്നാണ് കിട്ടുന്നത്? WBC അത് ന്യൂക്ലിയസ് ഇല്ല, RBCക്ക് ന്യൂക്ലിയസ് ഉണ്ട്. അല്ലെ, RBC ന്യൂക്ലിയസ് ഇല്ല, WBC ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോ അതിനടുത്ത് ലിംഫോസൈറ്റ് എല്ലാം ചേർത്ത് കിട്ടിയ ന്യൂക്ലിയസ് എല്ലാ DNA ഇതിനകത്ത്. അപ്പൊ ഈ 10 മില്ലി ബ്ലഡിലുള്ള കംപ്ലീറ്റ് സെല്ലുകളിൽ നിന്ന് DNA അത് എടുത്തിട്ടു. ഇതിനകത്ത് ഒരു DNA ആരുടെയാ? ബാക്ടീരിയയുടെ, അല്ലേ? അത് നമുക്ക് അറിയത്തില്ല. ബാക്കിയെല്ലാം നമ്മുടെ തന്നെ സെല്ലിന്റെ, നിങ്ങളുടെ തന്നെ സെല്ലിന്റെ DNA ആണ്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് ട്യൂബർക്കിൾ ബാസിലസ് എന്ന് പറയുന്ന TBക്ക് കാരണമായ ബാക്ടീരിയയുടെ DNA ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ ഇനി എന്താ പോകുന്നത്, ഇതിനെ PCR വിധേയമാക്കാൻ പോവാണ്. അപ്പൊ ഈ DNA ആദ്യം ഞാൻ എല്ലാ DNAയുടെയും DNA സെലക്ട് ചെയ്യും, സിംഗിൾ സ്ട്രാൻഡ് ആക്കി. അപ്പൊ എല്ലാ DNA സിംഗിൾ സ്ട്രാൻഡ് ആക്കി. ഞാൻ ഒരെണ്ണം പഠിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് പ്രൈമർ ഇടാൻ പോവാണ്. ഞാൻ ഇടാൻ പോകുന്ന പ്രൈമർ ഈ DNA മാത്രമേ ഒട്ടത്തുള്ളൂ. അതേ DNA ആണ്, ഈ ബാക്ടീരിയ DNA ആണ്. അതിന് പറ്റിയ പ്രൈമറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? വേറെ മനുഷ്യൻ DNAക്ക് ഒന്നും പറ്റിയ പ്രൈമർ ഇട്ടില്ല. ഞാൻ ബാക്ടീരിയ DNAയുടെ പ്രൈമർ മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് ഇത് ഡീനേച്ചറിങ്, അത് കഴിഞ്ഞ് അനീലി, അത് കഴിഞ്ഞ് എക്സ്റ്റൻഷൻ ചെയ്തു. കാണുന്നില്ല, അങ്ങനെ ചെയ്തു. അതായത് ആ മിഷാദ് കഴിഞ്ഞ ദിവസം പഠിച്ചു, മിഷാദോട്ട് വെച്ചു, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൺട്രോളെല്ലാം ചെയ്ത് ടാപ്പുള്ള സെൻസ് എല്ലാം ഒഴിച്ചു നോക്കി. അങ്ങനെ ഇതൊരു സൈക്കിൾ ചെയ്തു, വീണ്ടും അങ്ങനെ ചെയ്തു. അങ്ങനെ 30 സൈക്കിൾ ചെയ്തു. 30 സൈക്കിൾ ചെയ്ത് നോക്കിയപ്പോ കാണാം
ഈ DNA എണ്ണം കൂടിയിട്ടേ ഇല്ല. ചുമ്മാ 30 സൈക്കിൾ അങ്ങ് ചെയ്തു, ചുമ്മാ റിപ്പീറ്റ് ചെയ്തതിനു ശേഷം നോക്കിയപ്പോൾ DNA എണ്ണം ഒന്നും കൂടിയിട്ടില്ല. അതേസമയം ഞാൻ 30 സൈക്കിൾ കാണാം 1 ബില്യൺ പുതിയ DNA ഇവിടെ കിടക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഈ സൈക്കിൾ 30 തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ അതിൽ DNA അളവ് കൂടുന്നുവെങ്കിൽ ആരുടെ DNA അവിടെ ഉണ്ടായിരുന്നത്? ഈ ട്യൂബർക്കൽ ബാസിലസ് DNA ഇതായിരുന്നു. കണ്ടോ? അപ്പൊ കണ്ടുപിടിച്ചല്ലോ. സപ്പോസ് DNA എണ്ണം കൂടുന്നില്ലെങ്കിലോ ഇതില്ലായിരുന്നു, ഇങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, എന്താണ്? 30 സൈക്കിൾ ചെയ്തപ്പോൾ 1 ബില്യൺ കോപ്പി ഉണ്ടെങ്കിൽ ഒരു DNA ഉണ്ടായിരുന്നുള്ളൂ. ശരിയല്ലേ? അതായത് 10 മില്ലി ബ്ലഡിനകത്ത് ഒരു ബാക്ടീരിയ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഇൻഫെക്റ്റഡ് ആണല്ലേ, പക്ഷെ രോഗിയായോ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത രോഗിയായി കഴിക്കേണ്ടത് 5-6 ആന്റിബയോട്ടിക്കുള്ള സമൂഹങ്ങളാണ്. പക്ഷെ ഒന്നും ഇപ്പൊ കഴിക്കേണ്ട, ഒരു മൈൽഡ് പെൻസിലെങ്ങാനും കഴിച്ചാൽ മതി, ഈ ബാക്ടീരിയ ചത്തോളും. അതോടെ നിങ്ങൾ രോഗത്തിൽ നിന്ന് മുക്തമായി. അപ്പൊ രോഗമാണ് നിങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ വലിയ കടുത്ത മരുന്ന് കഴിക്കണോ? വേണ്ട. ഇപ്പോൾ ഒരു മൈൽഡ് മരുന്ന് കഴിച്ചു, നിങ്ങൾ ബാക്ടീരിയ കൊന്നു, യു ആർ ഫ്രീ. അപ്പൊ ഈ മെത്തേഡ് നല്ലതല്ലേ? ദിസ് ഇസ് എ മെത്തേഡ് ബിഫോർ ഡിറ്റക്ടിംഗ് ദ പ്രസൻസ് ഓഫ് എ പാത്തോജൻ വെരി ലോ കോൺസെൻട്രേഷൻ. പക്ഷേ എനിക്ക് ചോദിക്കത്തില്ല വരി എന്താന്ന് എക്സ്പ്ലെയിൻ പറഞ്ഞില്ലോ. മറ്റൊന്ന്, ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫൈൻഡിംഗ് ദ ഡിറ്റക്ടിംഗ് ദ മ്യൂട്ടേറ്റഡ് ജീൻ. മ്യൂട്ടേഷൻ നടന്നിട്ടുള്ള ജീൻ കണ്ടുപിടിക്കാം. മ്യൂട്ടേറ്റഡ് DNA ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ മോഡേൺ ടെക്നോളജി, ബയോടെക്നോളജി ഉപയോഗിക്കാം. ഹൗ ക്യാൻ യു ഫൈൻഡ് മ്യൂട്ടേറ്റഡ് DNA? നോക്കൂ. You are given a clone of single stranded DNA. Clone of single stranded DNA ന്റെ അർത്ഥം എന്താ? ഡബിൾ സ്റ്റാൻഡേർഡ് DNA സിംഗിൾ സ്റ്റാൻഡേർഡ് അർത്ഥമേ ഉള്ളൂ. ക്ലോൺ എന്ന് പറഞ്ഞ അർത്ഥം എല്ലാം ഒരുപോലുള്ളതാണ്. എ ക്ലോൺ ഓഫ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA തന്നിരിക്കുകയാണ്. അതിപ്പോ ഞാൻ എല്ലാം എഴുതാം, ഇതെല്ലാം സീക്വൻസ് അവിടെ എഴുതാം. A T G C T C T T. ഇത് തന്നെ A T G C T T. ഇത് A T G C T T. ഇത് A T G C C T. ഇത് A T G C T T. ഒരു ക്ലോൺ ഓഫ് DNA തന്നെ നിങ്ങൾക്ക്. ഓക്കെ, ക്ലോൺ ഓഫ് DNA ഞാൻ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഏതാണെന്നല്ലേ? ഞാൻ ഇവിടെ ഒരു മാറ്റം വരുന്നത്, ഈ ക്ലോൺ ഓഫ് DNAക്കകത്ത് തന്നെ ഏതൊരെണ്ണത്തിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഏതാ എനിക്ക് അറിയാൻ പറ്റും. ഈ ക്ലോൺ ഓഫ് DNA അവിടെ കണ്ടപ്പോൾ അതങ്ങനെ മുറിഞ്ഞൊട്ടി, ഡിലീഷൻ, അഡീഷൻ, ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു DNAക്കകത്ത് ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു. പക്ഷെ ഏതാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാം. ഞാൻ എന്താ ചെയ്യാൻ നോക്കും, ആദ്യം ഈ DNAകളെ ഞാൻ ജെൽ ഇലക്ട്രോഫോറസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യും. എല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്യും. യൂസിങ് ജെൽ ഇലക്ട്രോഫോറസസ് ഐ സെപ്പറേറ്റഡ് ഓൾ ദിസ് DNA. ഇനി ഈ DNAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോംപ്ലിമെന്ററി DNA ഞാൻ ഉണ്ടാക്കും. പക്ഷേ അത് റേഡിയോ ആക്ടിവിറ്റി ഉള്ളതായിരിക്കും. എന്ന് വെച്ചാൽ പ്രോബ് റേഡിയോ ആക്റ്റീവ് ഉള്ളതായിരിക്കും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DNA എന്താണ്? എക്ക് വരും T, Tക്ക് വരും A, Tക്ക് വരും C, Cക്ക് വരും G, A. ഇതല്ലേ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്? ശരിയല്ലേ? എന്ന് വെച്ചാൽ റേഡിയോ ആക്റ്റീവ് ഉള്ളതാണ്. റേഡിയോ ആക്റ്റീവ് ഉള്ള എന്ത് ചെയ്യുന്നത്? ഒന്നുമില്ല, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് DNA മൾട്ടിപ്ലൈ വേണ്ടിയുള്ള മാധ്യമത്തിൽ ഷുഗർ ഫോസ്ഫേറ്റ് പിന്നെ ബാക്ക് ബോൺ ആണല്ലോ DNA ഉള്ളത്. അപ്പൊ എന്താ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള മൂലകം അടങ്ങിയ ഒരു മാധ്യമത്തിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് തന്നെ സ്വീകരിച്ചോളൂ. DNA മൾട്ടിപ്ലൈ ഒരു മാധ്യമത്തിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതല്ലേ DNA എടുക്കും. നിങ്ങൾ വീട്ടിൽ പട്ടിയുണ്ട്, അതിനെ കെട്ടിയിട്ട് വളർത്തിട്ട് നിങ്ങൾ അതിന് ദോശ സാമ്പാറാണ് കൊടുക്കുന്നതെങ്കിൽ പതുക്കെ പതുക്കെ അത് തിന്നോളും. ആദ്യം കുറച്ച് ദിവസം തിന്നത്തില്ല, പിന്നെ അത് തന്നെ തിന്നാണെന്ന് വെച്ചാൽ അത് തിന്നോളും അല്ലേ? ഇറച്ചി മാത്രം നിന്നൊരു പട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് എന്താക്കാം, പല കാലം കൊണ്ട് വെറും സസ്യബുക്കാക്കി മാറ്റാം, വെറും കൊടുക്കുന്നത് അങ്ങനെ ജീവിക്കട്ടെ. ഇതേപോലെ നമ്മൾ DNA മൾട്ടിപ്ലൈ ചെയ്യുന്ന മാധ്യമത്തിൽ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഇട്ട് കൊടുത്താൽ മതി, അതങ്ങ് എടുത്തോളും. അങ്ങനെ എടുത്ത ഒരു DNAക്കകത്ത് റേഡിയോ ആക്ടിവിറ്റി കാണും അല്ലേ? അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രോബ്. What is a probe? Probe is a single stranded DNA or RNA having radioactivity. Radioactivity ഉള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് DNA RNA വിളിക്കുന്ന പേരാണ് പ്രോബ്. പ്രോബും പ്രൈമറും നമ്മൾ വ്യത്യാസം പരിശോധിച്ചത് അറിയാമല്ലോ. പ്രൈമർ എന്താണ്? ഓക്കെ, സോ ദിസ് ഇസ് എ പ്രോബ്. അപ്പൊ ഈ പ്രോബ് ഇതിന് കോംപ്ലിമെന്ററി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിയല്ലേ? ഓക്കെ, ഇങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ടാകും. ഒരു 10 ഉണ്ടാകാം. എ ക്ലസ്റ്റർ ഓഫ് പ്രോബ്. എന്നിട്ട് ഇനി ഈ പ്രോബുകളെ വാരി ഇങ്ങോട്ട് ഇടുന്നു. ഇതിനകത്തോട്ട് ഹൈബ്രിഡൈസ് ചെയ്യാൻ പറ്റുന്നു. ഹൈബ്രിഡൈസ് എന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടുന്നതിനെ ഹൈബ്രിഡൈസ് ചെയ്യാന്ന് പറയുന്നത്.
ഈ പ്രോബുകളെ വാരി ഇതിനകത്ത് ഇട്ടിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാൻ അനുവദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ജെൽ ഇലക്ട്രോഫോറസിസ് ചെയ്തതിനു ശേഷം നമുക്ക് എത്രയും പ്രോബ് ഒഴിച്ച് അതുപോലെ എത്രയും പ്രോബ് ഒഴിച്ചതിനു ശേഷം യു വി റേസ് നോക്കിയാൽ നമുക്ക് കാണാമല്ലോ, ഓറഞ്ച് നിറത്തിൽ കാണാമല്ലോ, കാണാം. ഇനി ഈ പ്രോബിനെ ഞാൻ റേഡിയോ ആക്ടിവിറ്റി ഉള്ളതാക്കിയിട്ട് അതിനകത്ത് ഹൈബ്രിഡൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഇതിനകത്ത് ഒട്ടുമോ? ഒട്ടും. എന്തുകൊണ്ടാ? ഇതൊരു കോംപ്ലിമെന്റ് ഇതെടുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഒട്ടുമോ? ഒട്ടും. കോംപ്ലിമെന്റ് ഇതിനകത്ത് ഒട്ടുമോ? ഒട്ടും. കോംപ്ലിമെന്റ് ഇതിനകത്ത് ഒട്ടുമോ? ഇത്ര ഭാഗം ബാക്കി ഒട്ടല്ല, കാരണം കോംപ്ലിമെന്റ് അല്ലേ. അപ്പൊ ഏകദേശം ഒട്ടത്തില്ല എന്ന് തന്നെ പറയാം. ഇതിനകത്ത് ഒട്ടും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ ഇതിനെ എടുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുത്തു തന്നെ ഇത് ഇതിനകത്ത് ഒട്ടി, ഇതിനകത്ത് ഒട്ടി, ഇതിനകത്ത് ഒട്ടിയില്ല, ഇതിനകത്ത് ഒട്ടി, ഇതിനകത്ത് ഒട്ടി. എവിടെ ഒട്ടിയെന്ന് എനിക്ക് അറിയാൻ വയ്യ, എവിടെയൊക്കെ ഒട്ടിയിട്ടുണ്ടാവും. ഇതിനകത്ത് ഈ പ്രോബ് ഒന്ന് ഒട്ടിയെന്ന് എനിക്ക് അറിയാൻ വയ്യ, കാരണം നേരത്തെ ഞാൻ ജെൽ ഇലക്ട്രോഫോറസിസ് സ്റ്റെയിൻ ചെയ്തു. ഇപ്പൊ ഒട്ടിയത് അറിയാം. വീണ്ടും സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡ് ആണെങ്കിലും ഒരേ വര തന്നെ കിട്ടും, അതുകൊണ്ട് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ ഒരു എക്സ്റേ ഫിലിം എടുത്ത്, എക്സ്റേ ഫിലിം അറിയാമല്ലോ, എടുത്ത് ഈ ലൈറ്റ് കാണിച്ചതിന് ശേഷം അവർക്ക് സ്പ്രെഡ് ചെയ്ത് വയ്ക്കും. ഒരു എക്സ്റേ ഫിലിം എടുത്തിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ലൈറ്റ് കാണിച്ചതിന് ശേഷം ഒരു എക്സ്റേ ഫിലിം എടുത്ത് സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് ഈ എക്സ്റേ ഫിലിം കൊടുത്ത് വാഷ് ചെയ്യും. വാഷ് ചെയ്തപ്പോൾ ഇവിടുന്ന് ഇവിടെ വെട്ടം പോയതാണ് അടയാളം, ഇവിടെ വെട്ടം പോയത് അടയാളം, ഇവിടെ പോയ അടയാളം, ഇവിടെ പോയ അടയാളം. ഈ റേഡിയോ ആക്റ്റീവ് വസ്തുവിൽ എന്ത് പുറത്തേക്ക് വരും? റേഡിയേഷൻസ് പുറത്തില്ല അല്ലേ. എക്സ്റേ ഫിലിമിനകത്ത് റേഡിയേഷൻസ് എന്ത് സംഭവിക്കും? അടയാളം ഉണ്ടാകും. എക്സ്റേ ഫിലിം ലൈറ്റിനകത്ത് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് അടയാളം ഉണ്ടാകും. അതിന് എക്സ്റേ ഫിലിം എടുക്കരുത് അല്ലെ, എക്സ്പോസ് ചെയ്യാന്ന് പറയും. അപ്പൊ ഇവിടെ കൊണ്ട് ഇരുട്ടത്ത് വെച്ച് പ്രസ് ചെയ്തതിനു ശേഷം കൊണ്ട് അത് വാഷ് ചെയ്ത് നോക്കുമ്പോൾ കാണാം ഇവിടെ ലൈറ്റ് കിടന്ന് പോയിരിക്കും, ഇവിടെ പോയിരിക്കുന്നു, ഇവിടെ പോയിരിക്കും, ഇവിടെ പോയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, എന്താണ് ഈ DNA-ക്കകത്ത് ഒട്ടി, ഇതിനകത്ത് ഒട്ടി, ഇതിനകത്ത് ഒട്ടി, ഇതിനകത്ത് ഒട്ടി, പക്ഷെ ഇതിനകത്ത് ഒട്ടിയില്ല എന്നല്ലേ കിടക്കും. അപ്പൊ എന്താണ് ഈ DNA? നമുക്ക് നേരത്തെ കാണാം, നമ്മൾ ഓറഞ്ച് ബാൻഡ് ആക്കി വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഉറപ്പിച്ചു ഈ DNA ആണ് മ്യൂട്ടേറ്റഡ് DNA. മ്യൂട്ടേറ്റഡ് DNA ഇതാണെന്ന് ഉറപ്പിച്ചു. ഉറപ്പിച്ചൂടെ? അപ്പൊ തന്നിരിക്കുന്ന ഒരു കൂട്ടം സിംഗിൾ സ്റ്റാൻഡേർഡ് DNA നിന്ന് മ്യൂട്ടേറ്റഡ് DNA കാണുന്ന എന്ത് ചെയ്താൽ മതി? വി ഹാവ് ടു മേക്ക് എ ക്ലോൺ ഓഫ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA and to be having a mutated DNA we have to make a complementary DNA with the radioactivity. It is called probe. We have to make a cluster of probe. We have to allow them hybridize with this suspected clone of DNA. When those DNA which do not hybridize with the DNA, those probe which do not hybridize with the DNA is indicating that this DNA is a mutated. അല്ലേ? ഇങ്ങനെ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റിന്റെ സാന്നിധ്യത്തെ എക്സ്റേ ഫിലിം ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന വിദ്യ വിളിക്കുന്ന പേര് ഓട്ടോ റേഡിയോഗ്രഫി എന്നാണ്. ഒരു എക്സ്റേ ഫിലിം ഉപയോഗിച്ച് ഒരു റേഡിയോ ആക്റ്റീവ് വസ്തുവിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോ റേഡിയോഗ്രഫി. മനസ്സിലായല്ലോ? സോ ഇങ്ങനെ നമുക്ക് മ്യൂട്ടേറ്റഡ് DNA കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിന് വേറെ ഒരു ഉപയോഗങ്ങളുണ്ട്, അത് പഠിക്കാനില്ല, അത് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും തോന്നുന്നു. ഡിസ്കഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ ചില ഭാഗങ്ങളുടെ കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോ മ്യൂട്ടേറ്റഡ് DNA കണ്ടുപിടിക്കും. ഇപ്പൊ ഞാനിപ്പോ ഓട്ടോ റേഡിയോഗ്രഫി പറഞ്ഞല്ലോ, അതിനകത്ത് ഞാൻ വേറെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പം നിങ്ങൾക്ക് ഭക്ഷണത്തിൽ അയഡിൻ ഇല്ലെങ്കിൽ നിങ്ങളെ ശരീരത്തിന്റെ ഏത് അവയവത്തെ അത് ബാധിക്കും? തൈറോയ്ഡ് ഗ്ലാൻഡിനെ ബാധിക്കും അല്ലേ? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഈ അയഡിൻ കഴിച്ചാൽ തൈറോയ്ഡ് ഗ്ലാൻഡാണ് ആവശ്യമുള്ളത് എന്നെങ്ങനെ മനസ്സിലായി? ഇത് ആദ്യകാലത്ത് നടത്തിയ ചില പരീക്ഷണത്തിൽ നിന്നാണ് മനസ്സിലായത്. ഇപ്പൊ തന്നെ ഇപ്പം അയഡിൻ ഭക്ഷണത്തിൽ ഇല്ല എങ്കിൽ ഗോയിറ്റർ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഒരു അയഡിന്റെ കുറവുകൊണ്ടാണ് ഗോയിറ്റർ ഉണ്ടായത്. അതാണെന്ന് ഉറപ്പ് വേറെ തന്നെ ഉണ്ടായിരിക്കും. അയഡിന്റെ കുറവ് ഉണ്ടെന്നാണെന്ന് തന്നെ ഉറപ്പ്. അയഡിൻ കഴിച്ചപ്പോൾ ഗോയിറ്റർ മാറി എന്ന് പറയാൻ പറ്റും. അയഡിൻ നിങ്ങൾ അയഡിനായിട്ട് കഴിച്ചാലല്ലോ നിങ്ങൾ വെള്ളത്തിൽ കഴിക്കുന്നിരിക്കുന്നത്, അല്ലെ ഭക്ഷണത്തെ കഴിക്കുന്നത്. ഭക്ഷണത്തിലൊരു ഘടകമായി ഇവിടെ കഴിച്ചത്. ഇപ്പൊ ചോറിനകത്തൊപ്പം അയഡിൻ കഴിക്കും, നിങ്ങൾക്ക് ചോറിലുള്ള ഘടകമാണ് ഗോയിറ്റർ മാറ്റിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് തർക്കിച്ചുകൂടി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കണം. അതെന്താ ചെയ്യുന്നത്? അവിടെ ഒരു വിദ്യയാണ് ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ അതായത് എലികൾക്ക് റേഡിയോ ആക്റ്റീവ് അയഡിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ കൊടുക്കും. എലികൾക്ക് റേഡിയോ ആക്റ്റീവ് അയഡിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ കൊടുക്കും. അപ്പൊ അത് ഭക്ഷണത്തിൽ വയറ്റി ചെല്ലും, എന്നിട്ട് വലിച്ചെടുക്കപ്പെടും, രക്തത്തിൽ മുഴുവൻ കറങ്ങി നടക്കും അല്ലേ? രക്തം മുഴുവൻ അയഡിൻ കറങ്ങി നടക്കുമ്പോൾ ആവശ്യമുള്ള ആളെ വലിച്ചെടുക്കത്തുള്ളൂ. തലച്ചോറ് എടുക്കത്തില്ല, അതിന് വേണ്ട. ഹൃദയം എടുക്കത്തില്ല, അതിന് വേണ്ട. കിഡ്നി എടുക്കത്തില്ല, വേണ്ട. ലിവറിന് വേണ്ട. അപ്പൊ ആരെ വലിച്ചെടുക്കത്തുള്ളൂ? തൈറോയ്ഡ് ഗ്ലാൻഡ് എടുക്കത്തുള്ളൂ. തൈറോയ്ഡ് ഗ്ലാൻഡ് എടുക്കുമെന്ന് ഊഹിക്കുകയാണ്. അപ്പോൾ 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും
ഈ രക്തത്തിൽ കറങ്ങിടക്കുന്ന അഴുകല്ല വേണ്ടാത്തായതുകൊണ്ട് കിഡ്നി വഴി അങ്ങ് പോകും. പക്ഷേ വേണ്ടുന്ന ആള് വലിച്ചെടുത്തോടെ വെച്ചേരും. ശരിയല്ലേ? അത് ആരെ വലിച്ചെടുത്ത് വെച്ചതെന്ന് അറിയാൻ വേണ്ടി എലിയെ കൊല്ലും. കൊന്നിട്ട് ഇങ്ങനെ ഈ പരത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വയ്ക്കും. വലിച്ചു കീറി അതിന്റെ കുടലും പണ്ടെല്ലാം കാണാത്ത രീതിയിൽ ഇങ്ങനെ വെക്കും. ഈ ഉണക്കി മേലെ കീറി ഉണക്കി വെച്ചതല്ലേ പള്ള ഇങ്ങനെ അടിച്ച് അതുപോലെ. ഇപ്പൊ എവിടെ ഇരിപ്പുണ്ടാവും ഇത് അറിയത്തില്ല. നമ്മൾ എന്നിട്ട് ഇരുട്ടത്ത് കൊണ്ട് ഒരു എക്സ്റേ വില്ലെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കും. എക്സ്റേ വില്ലെടുത്ത് പ്രസ് ചെയ്ത് പിടിക്കും. എന്നിട്ട് മാറ്റി വെച്ച് നോക്കുമ്പോൾ എക്സ്റേ വില്ലില്ലാണ്ട് ഇവിടെ ആയിട്ട് ഒരടയാളം. അതിനർത്ഥം എന്തോ? നേരത്തെ ഈ എക്സ്റേ വില്ല് ഇവിടെ വെച്ചപ്പോൾ എവിടെയായിരുന്നോ ആ റേഡിയോ ആക്റ്റീവ് ഐഡിയിലിരുന്ന് അവിടെയാണ് ഈ അടയാളം കണ്ടത് അല്ലേ? അപ്പൊ ഇവിടെ ഏതാ തൈറോയ്ഡ് ഗ്ലാൻഡ് ആയിരിക്കുന്നത്. അപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡാണ് ഇത് ആവശ്യം വന്നത്. മനസ്സിലായി? ഇപ്പൊ ഇങ്ങനെ ഓർമ്മിക്കുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് ഇതിനെ വലിച്ചെടുത്ത് വെച്ചത്. അതുകൊണ്ട് അവിടുത്തെ ലൈറ്റ് വരുന്നത്. ഇങ്ങനെ റേഡിയോ കെയറിന്റെ സാന്നിധ്യത്തിൽ എക്സ്റേ വില്ല് വെച്ച് കണ്ടുപിടിച്ച് ഇത് വിളിക്കുന്ന പേരാണ് ഓട്ടോ റേഡിയോ കെയർ. മനസ്സിലായാലും പഠിക്കാനുള്ളത്. നേരത്തെ ഇപ്പൊ മ്യൂട്ടേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്ന ഞാൻ പറഞ്ഞു. അതുപോലെ ബാക്ടീരിയയുടെ അല്ലെങ്കിൽ വൈറസിന്റെയോ ഒരെണ്ണം മാത്രം ബോഡി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വളരെ കുറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. PCR ഉപയോഗിച്ച് ഇനി പറയാൻ വാട്ട് ഈസ് എലിസ എന്ന എലിസ. ഇത് ഞാൻ വീണ്ടും പറയാത്തത് ഇത് പലവണ്ണം വീണ്ടും കേൾക്കാം കാണാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. Next one is ELISA. എക്സ്പാൻഷൻ പഠിച്ചത് എന്താണ്? എൻസൈം ഇമ്മ്യൂണോസോർബൻസ്. ഇത് ഒരു ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ടെസ്റ്റ്. ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ആന്റിജൻ? നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓരോ പാത്തോജനും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം പ്രവേശിച്ച ഒരു അന്യ വസ്തു, പാമ്പിന്റെ വിഷം എന്ന് പറഞ്ഞാൽ പാമ്പ് പിടിച്ചു ഒരു ആന്റിജനാണ്. ഒരു കൊതുക് അല്ലെങ്കിൽ ഒരു കടന്നിലൊന്ന് കുത്തി അതിന്റെ സലൈവയ്ക്കോട് ആന്റിജനാണ്. ഒരു ബാക്ടീരിയ പ്രവേശിച്ചു ഒരു ആന്റിജനാണ്. അതിൽ എന്ത് നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചാലും ഒരു അന്യ വസ്തു ആണെങ്കിൽ അതൊരു ആന്റിജനാണ്. മേ ബി ഇറ്റ് ഈസ് എ പ്രോട്ടീൻ ഒരു ഗ്ലൂക്കോ പ്രോട്ടീൻ. അവിടെ നിങ്ങളുടെ ശരീരം വെറുതെ ഇരിക്കുകയാണോ? ഇല്ല. അതിർത്തിയിൽ പട്ടാളക്കാരൻ കഴിയുമ്പോൾ നമ്മുടെ പട്ടാളക്കാർ അറ്റാക്ക് ചെയ്യുന്നത് ഉടൻ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള WBC പ്രതിരോധ കോശങ്ങളെല്ലാം ഉടനതിന് ശേഷം ഈ ആന്റിജനെ തടയാൻ ഒരു കെമിക്കൽ തിരിച്ചുണ്ടാക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ആന്റിബോഡി. അപ്പൊ ആന്റിജൻ ആന്റിബോഡി എന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മളെന്ത് ചെയ്തത്? നമ്മുടെ ശരീരത്തിൽ പാത്തോജൻ പ്രവേശിച്ചാൽ ഒരു ആന്റിജനാണ്. അവിടെ തന്നെ നമ്മുടെ ശരീരം പ്രതിരോധം ഉണ്ടാകേണ്ടവരാണ് ആന്റിബോഡി. ഇതെങ്ങനെ എലിസ ടെസ്റ്റ് ആവുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ ആന്റിജൻ എന്ന് പറയുന്ന പാത്തോജൻ പ്രവേശിച്ചോ എന്ന് അറിയാൻ നിങ്ങൾ ആ പാത്തോജനെ നോക്കണമെന്നില്ല. പകരം നിങ്ങളുടെ ശരീരത്തിൽ ഇതിൽ ആന്റിബോഡി വന്നു നോക്കിയാൽ മതി. പോരെ? ആന്റിബോഡി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ ആര് പ്രവേശിച്ചു? ആന്റിജൻ പ്രവേശിച്ചു എന്നാണ്. മനസ്സിലായി? നിങ്ങളുടെ ശരീരത്തിൽ ഒരു പാത്തോജൻ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബോഡിയാണ് ഉണ്ടാക്കുക. When a specific pathogen enter into your body will make a specific antigen. Suppose A എന്ന ആന്റിജൻ പ്രവേശിച്ചാൽ your body will make a B എന്ന ആന്റിബോഡി. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ ബ്ലഡ് കഴിച്ചപ്പോൾ അതിനകത്ത് B ഉണ്ട്. അതിനകത്ത് ആന്റിബോഡി A ഇരിപ്പുണ്ട്. ഇങ്ങനെയാണ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയുണ്ട്, കഥവൊക്കെ അടച്ചിരിക്കുകയാണ്. പള്ളിക്കകത്ത് നിന്ന് ലഡു കാണുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കിയപ്പോൾ ലഡു കാണുന്നില്ല. അതിനകത്തൊരു കൊച്ചുകുട്ടിയുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നീ ആര് കൊണ്ടുവന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. എന്താണ്? ലഡു കാണുന്നില്ലെങ്കിൽ കൊച്ചുകുട്ടി അതൊന്നും ഇവിടെ ആരും വന്നിട്ടില്ല, പോയിട്ടില്ല. ആർവത്തിലാണ്. ആർവത്തിൽ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. അപ്പോ when your body has antibody B, it confirms the presence of the antigen A. ഇത് തന്നെയാണ് നമ്മുടെ എയ്ഡ്സിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. എയ്ഡ്സ് ബാധിച്ചോ എന്നറിയാൻ വേണ്ടി വൈറസിനെ ആദ്യം കൂടെ നോക്കാനൊക്കത്തില്ല. മൈക്രോസ്കോപ്പിലൂടെ കാണാനൊക്കെ. മൈക്രോസ്കോപ്പിലൂടെ എയ്ഡ്സിന്റെ വൈറസിനെ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വേണം. അതിപ്പോ ഒരുപാട് സ്ഥാപനങ്ങളിലില്ല. അപ്പൊ അത് രാജീവ് സെന്റർ ഫോർ സയന്റിഫിക് എഡ്യൂക്കേഷൻ പറഞ്ഞ് സെന്റർ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തുണ്ട്. അവിടെയുണ്ട്. പിന്നെ ബോട്ടണി സുവോളജി ഡിപ്പാർട്ട്മെന്റ് കാര്യമെടുത്തുണ്ട്. പിന്നെ കേന്ദ്ര തെങ്ങുവിള ഗവേഷണ കേന്ദ്രം അവിടെ 2 കോടി രൂപയും AC മുറിയൊക്കെ ആണെന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പൊ 4-5 ഒക്കെ ആയിട്ടുണ്ടാവും. അത് പക്ഷെ എല്ലാ ലാബോറട്ടറിയിലും എയ്ഡ്സിന്റെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഏത് ലാബോറട്ടറി അല്ലെ? ആശുപത്രി മുമ്പിലിരിക്കുന്നത്, തട്ടടക്കാത്തിരിക്കുന്ന ലാബോറട്ടറിയിൽ എയ്ഡ്സ് ടെസ്റ്റ് നടത്താറുണ്ട്. അല്ലെ? HIV ടെസ്റ്റ്. അതെന്താ പറയുമ്പോൾ അവർ എയ്ഡ്സ് വൈറസ് കണ്ടുപിടിക്കല്ല ചെയ്യുന്നത്. പിന്നെ എയ്ഡ്സ് വൈറസ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഉണ്ടാകുന്ന ഒരു ആന്റിബോഡി ഉണ്ട്. അതുണ്ടോ നോക്കും. അതുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നമ്മളിപ്പോ നമ്മുടെ ഈ കോവിഡ് ടെസ്റ്റില്ലേ അതിലൊക്കെ ചെയ്തതാണ്. മൂക്കിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം പരിശോധിച്ച് നോക്കുന്നതാണ് ടെസ്റ്റാണ്. RPCR വേറെ ഉണ്ട്. അത് DNA കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഇത്
ഈ ആന്റിജൻ ഉണ്ടോ നോക്കുകയാണ് ചെയ്യുന്നത്, ആന്റിബോഡി ഉണ്ടോ നോക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് സൈസ് എ ആന്റിജൻ antibody interaction test. What type of test is this? This is antigen antibody interaction test. When the presence of a antigen will tend to produce a specific antibody in the body. If the presence of a specific antibody confirms the presence of the antigen, thus we can confirm the presence of an antigen by this interaction test. That is simple. Very important പരീക്ഷയ്ക്ക്. Antigens are proteins or glycoprotein. Body may produce antibody and its presence will be helping for detecting of the antigen. This is okay. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റു കാര്യങ്ങൾ സ്റ്റാർട്ട്. Transgenic animals. Transgenic animals ആണ്. What are transgenic animals? Any animal having a foreign gene. അതാണ് എലി. എലിയിലേക്ക് ഒരു മനുഷ്യന്റെ ജീൻ കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യന്റെ ജീൻ എലിക്കകത്ത് കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ ഈ എലി വിളിക്കുന്നവരാണ് ട്രാൻസ്ജനിക് അനിമൽ. എനി അനിമൽ, അനിമലാണ്, പ്ലാന്റ് അല്ലേ. എനി അനിമൽ ഹാവിംഗ് എ ഫോറിൻ ജീൻ, തന്റേതല്ലാത്തൊരു ജീൻ തന്റെ ശരീരത്തുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ഈസ് എ ട്രാൻസ്ജനിക് അനിമൽ. പക്ഷെ ജീൻ ഉണ്ടായാൽ മാത്രം പോരാ, ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ്. ആ ജീനന്റെ ജോലി ചെയ്യണം. എന്താ ജീന്റെ ജോലി? ജീന്റെ ജോലി രാവിലെ ചമ്മന്തി അരയ്ക്കാൻ കഴിഞ്ഞു അതൊന്നും ഒന്നല്ല. ജീൻ ഇസ് എ DNA to produce a protein by producing an mRNA. അത്രേ ഉള്ളൂ. ഒരു mRNA വഴി പ്രോട്ടീൻ ഉണ്ടാക്കുകയാണ് DNA ജോലി. അപ്പൊ mRNA വഴി DNA പ്രോട്ടീൻ ഉണ്ടാക്കുന്നുവെങ്കിൽ ദാറ്റ് ജീൻ ഈസ് വർക്കിംഗ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ TV ഉണ്ട്, പക്ഷെ ഓൺ ആവുന്നില്ലെന്ന് വെച്ചാൽ TV ഇല്ലെന്നല്ലേ അർത്ഥം. അതുപോലെയാണ് എലിയുടെ ശരീരത്തിൽ ജീൻ ഞാൻ വെച്ചു, പക്ഷെ ജീൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ട്രാൻസ്ജനിക് അനിമൽ അല്ല. ആ ജീൻ പ്രവർത്തിക്കണം. ഇറ്റ് ഈസ് വർക്കിംഗ്. ഇസ് കാൾഡ് ട്രാൻസ്ജനിക് അനിമൽ. സോ എന്താ ട്രാൻസ്ജനിക് അനിമൽ? കേൾക്കൂ. ദേ ആർ അനിമൽസ് ഹാവിംഗ് its DNA manipulated, and the DNA manipulates and it expresses its extra foreign gene, and a gene expresses its extra അല്ലെങ്കിൽ foreign gene. ആ ജീവിയുടെ ശരീരത്തിലിരിക്കുന്ന foreign gene പ്രവർത്തിക്കുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീൻ കയറി ചോദിച്ചാൽ പോരാ, ജീൻ പ്രവർത്തിക്കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുന്നവരാണ് ട്രാൻസ്ജനിക് അനിമൽ. നോക്കൂ, they are animals having its DNA manipulated and expresses its extra or foreign gene. തന്റേതല്ലാത്ത അല്ലെങ്കിൽ വിദേശിയായ ആ ജീൻ പ്രവർത്തിക്കൂടെ ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? ട്രാൻസ്ജനിക് അനിമൽ. ഓക്കെ. അപ്പോൾ ലോകത്ത് ഇതുവരെ ഉണ്ടാക്കിയ ട്രാൻസ്ജനിക് അനിമൽ ഇല്ലാത്ത എന്തൊക്കെയാണെന്ന് നോക്കുക. റാറ്റ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, പിഗ് ഉണ്ട്, ഷീപ്പ് ഉണ്ട്, കൗ ഉണ്ട്, ഫിഷ് ഉണ്ട്, മൈസ് ഉണ്ട്. മൈസ് എന്ന് പറഞ്ഞാൽ ഈ റാറ്റ് വേറെ, മൈസ് കുഞ്ഞലി, ചുണ്ടലി, കൊച്ചലി. റാറ്റ് വലിയ എലിയാണ്, തിരിച്ചാഴി പോലെ വലിയ എലികളാണ്. കുഞ്ഞലി ചുണ്ടലിയാണ് മൈസ് എന്ന് പറയുന്നത്. ഇനി ലോകത്തുണ്ടാക്കിയ ഏറ്റവും കൂടുതൽ ട്രാൻസ്ജനിക് അനിമൽ 95% 95% മൈസ്. മൈസാണ്. എന്നറിയാൻ കാര്യം, നമ്മൾ ജീൻ കയറ്റുന്ന ഏത് അവസ്ഥയിലാണ്? എംബ്രിയോണിക് സ്റ്റേജിലോ സൈഗോട്ട് സ്റ്റേജിലോ ഒക്കെ അല്ലേ? അതാണ്. എന്നാലേ ആ സ്റ്റേജ് മുഴുവൻ വ്യാപിക്കും. അപ്പോൾ അങ്ങനെ സൈഗോട്ട് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് അതിന്റെ പെട്ടെന്ന് വലുതാവുക, മെച്യൂരിറ്റി എത്തുക, പ്രോഡക്റ്റ് ഉണ്ടാകുക, അടുത്ത തലമുറയെ കൈമാറുക എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മറ്റുള്ള ഒന്നിലേക്ക് കാര്യം വേണം. അതുകൊണ്ടാണ് ഇതിനെ ശ്രമിക്കും. മാത്രം ഇതിന്റെ വളർത്താൻ എളുപ്പമാണ്, ഹാൻഡിൽ എളുപ്പമാണ്, കൊണ്ടുപോകാൻ എളുപ്പമാണ്, പരീക്ഷ നടത്താൻ എളുപ്പമാണ്, പെട്ടെന്ന് മൾട്ടിപ്ലൈ. മാത്രമല്ല രോഗാണു കിടക്കാത്ത സാഹചര്യത്തിൽ വളർത്തിയെടുക്കണം. നിങ്ങൾക്കറിയാം, ഈ പരീക്ഷ ഉപയോഗിക്കുന്ന മൃഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ റോഡിൽ പിടിച്ചുകൊണ്ടിരുന്നൊന്നല്ല. ഇപ്പൊ ഞാൻ ഒരു പനിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു മൃഗത്തിൽ കുത്തിവെച്ചു. ആ മൃഗം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വിഷം കണ്ടുപിടിച്ചു, എലിയെ കൊല്ലുന്ന വിഷം കണ്ടുപിടിച്ചു, എലി വിഷം, മാരകമായ എലി വിഷം. ഞാൻ പോയി ഒരു എലിയെ പിടിച്ചോണ്ട് വന്നു, അതിന് കുത്തിവെച്ചു. അടുത്ത ദിവസം എലിയെ കത്തു. ഞാൻ വിചാരിച്ചു, ഞാൻ പറയണോ എന്റെ പരീക്ഷ വിജയിച്ചേന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താ? ഞാൻ പിടിച്ചുകൊണ്ടുവന്നത് എവിടുന്ന? തെരുവിൽ നിന്നാണ്. ആ എലി അവിടെ നിന്ന് നല്ല വിഷം തന്നിട്ടായിരിക്കും വന്നേക്കും, അല്ലെങ്കിൽ അതിന് മാരക രോഗം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ മാരക രോഗത്തിന്റെ പേരിലായിരിക്കും ഞാൻ ഇപ്പൊ പരീക്ഷ നടത്തി എലി എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ പരീക്ഷ നടത്തുമ്പോൾ എന്ത് ചെയ്യണം? ഒരു രോഗാണു എന്റെ ശരീരത്തിൽ ഇല്ല എന്ന് ഉറപ്പുള്ളതും ഒരു രോഗവും ഇല്ലെന്ന് ഉറപ്പുന്നതും നല്ല ആരോഗ്യം ഉണ്ടെന്നുള്ളതുമായിട്ടുള്ള ഒരു കണ്ടീഷനുള്ള എലി വേണം നമുക്ക് ഉറപ്പിക്കാൻ. അതൊന്നും കിട്ടും. അത് റോഡിൽ പോയി പിടിച്ചിട്ട് നടത്തില്ല. അതൊക്കെ ലബോറട്ടറി ആനിമൽ സപ്ലൈസ് എന്ന് പറഞ്ഞ കൽക്കട്ടയിലെ വലിയ സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ ഒരു എലി വേണമെങ്കിൽ അവരൊക്കെ കത്തയച്ചു കഴിഞ്ഞാൽ 50,000 രൂപ അയച്ചു കൊടുക്കാൻ പറയും. അന്നേരം അവർ പറയും വിമാനത്തിൽ എലി വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു കൂട്ടിനകത്ത് എലിയെ കൊണ്ടുവരും. നല്ല സ്റ്റെറിലൈസ്ഡ് കണ്ടീഷൻ നടത്തിയിട്ടുള്ള ഒരു എലിയെ പ്രത്യേക പാക്കിങ്ങിനെ കൊണ്ടുവരും. ആ എലിയുടെ ശരീരത്തിൽ ഒരു രോഗാണു ഇല്ലെന്ന് മാത്രമല്ല അത് ഹെൽത്തി ആയിരിക്കും, ഒരു അസുഖം കാണത്തില്ല, നല്ല
കൾച്ചേർഡ് കണ്ടീഷനകത്ത് അല്ലെങ്കിൽ പ്രത്യേക കെയർഡ് കണ്ടീഷൻ വളർത്തി എലി കഴിക്കും. നിങ്ങൾ അന്ന് ആ മരുന്ന് കുത്തിവെച്ചപ്പോൾ എലി എത്തെങ്കിൽ നിങ്ങളുടെ പരീക്ഷണം വിജയിച്ചു. മനസ്സിലായി? അങ്ങനെ അപ്പോൾ പെട്ടെന്ന് വളർത്തുവാനും മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് മൈസിനുള്ളത്. മാത്രമല്ല ആരാണ്? മാമലാണ്. നമ്മൾ ഈ പരീക്ഷ മുഴുവൻ നടത്തുന്നത് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മനുഷ്യന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മനുഷ്യന് വേണ്ടി നടന്ന പരീക്ഷണങ്ങൾ പരിശോധിച്ച് നോക്കുന്നത് മനുഷ്യരെ പോലെയുള്ള ഒരു ജീവവർഗത്തിലായിരിക്കണം. അപ്പോൾ മാമൽ എന്ന വർഗത്തിൽ ഉള്ള എലിയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അത് കൂടി ജന്തുവിലേക്ക് വരും. പിന്നെ വന്ന് അവസാനം കുരങ്ങിൽ വരെ കൊണ്ടുവരും. കുരങ്ങിൽ വരെ വിജയിക്കുന്ന ഒരു പരീക്ഷണം മനുഷ്യന് 100% സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് ശാസ്ത്രലോകത്തിൽ കണ്ടുപിടിക്കുന്നത്. കാരണം മനുഷ്യൻ കുരങ്ങുന്നുള്ള അത്ര അടുത്ത ജനിതക ബന്ധമാണുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി വാട്ട് ആർ ദ യൂസ് ഓഫ് ട്രാൻസ്ജനിക് അനിമൽ എന്നുള്ളതാണ്. ഓരോന്ന് ഞാൻ പറയാം. റീസൺ ഫോർ മേക്കിംഗ് TA. ഒന്ന്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ജീൻ. ഒരു ജീനിന്റെ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് പഠിക്കാൻ. അപ്പോൾ ഓരോ കാര്യങ്ങൾ യൂസ് അല്ലെങ്കിൽ എയിം ഓഫ് ട്രാൻസ്ജനിക് അനിമൽ അല്ലെങ്കിൽ യൂസ് ഓഫ് ട്രാൻസ്ജനിക് അനിമൽ അല്ലെങ്കിൽ വൈ ട്രാൻസ്ജനിക് അനിമൽസ് ആർ മെയ്ഡ്. വൈ TA. ഒന്ന്, ടു ഫൈൻഡ് the physiology and development of a gene. ഒരു ജീനിന്റെ ഫിസിയോളജി പഠിക്കാൻ അല്ലെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ജീൻ. എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ മനുഷ്യന്റെ ഒരു സെൽ എടുത്ത് കംപ്ലീറ്റ് ജീനുകൾ അനലൈസ് ചെയ്തു. ഞാൻ എക്സാമ്പിൾ പറയണം. അപ്പൊ ഒന്നാമത്തെ ക്രോമസോമില് നടുവിരിക്കുന്ന ഒരു ജീൻ, എക്സ് എന്നൊരു ജീൻ, അത് എന്തിനാണ് മനുഷ്യന് ഉപയോഗിക്കുന്നത് ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എന്താണ് ജീനിന്റെ ഉപയോഗം കണ്ടുപിടിക്കാൻ കഴിയുന്നത്? സപ്പോസ് സയന്റിസ്റ്റുകൾ ഈ ജീനിനെ മുറിച്ചെടുത്ത് ഒരു എലിയിലേക്ക് മാറ്റുന്നു. ദിസ് എക്സ് ജീൻ ഈസ് ട്രാൻസ്ഫർഡ് ഇൻടു എ മൈസ്. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞ് പോകണം എലി പതുക്കെ വലുതായി വരുന്നു. വീണ്ടും വരുന്നു. അപ്പൊ പറയും ഈ ജീൻ എന്തിനെ കൺട്രോൾ ചെയ്തായിരുന്നു? മാത്രമല്ല അതിന്റെ രക്തത്തിൽ ധാരാളമായിട്ടും മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന പോലുള്ള ഗ്രോത്ത് ഹോർമോൺസ് ആണ്. ഉറപ്പിക്കാം എന്താണ്? ദ ജീൻ ഈസ് കൺട്രോളിംഗ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. ശരിയല്ലേ? ഇതാണ്, ഇങ്ങനെയാണ് ഓരോ ജീനിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിൾ പറയുന്നുള്ളൂ. സോ റീസൺ ഫോർ മേക്കിംഗ് ട്രാൻസ്ജനിക് അനിമൽസ് നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ജീൻ. ഹൗ ജീൻസ് ആർ റെഗുലേറ്റഡ്. ജീൻ റെഗുലേഷൻ പഠിച്ചല്ലോ. ഓപ്പറോൺ കോൺസെപ്റ്റ്. ജീൻ സ്വിച്ച്, ജീൻ ഓൺ ആവുന്നു, ഓഫ് ആവുന്നു, പഠിച്ചല്ലേ? ലാക്ക് ഓപ്പറോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബീറ്റ ഗാലക്ടോസിസ്, ആൽഫ ഗാലക്ടോസിഡേസ് പഠിച്ചില്ല? അതാണ്. അതെങ്ങനെ പ്രവർത്തിക്കുന്നു അറിയാൻ വേണ്ടി ആ ജീവികൾ എടുത്ത് മറ്റു ജീവിയിലേക്ക് കടത്തിവിട്ടതിനു ശേഷം ആ ജീവിയിൽ ഇപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്. അപ്പോൾ ആ ഒരു ജീൻ എടുത്തൊരു എലിയിലേക്ക് കടത്തിവിടുന്നു. എന്നിട്ട് എലി ഇന്നലെ ഇല്ലാത്ത ഏത് എൻസൈം ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ എൻസൈം ഉണ്ടായിട്ടുണ്ട്. അതാരുണ്ടാക്കിയതായിരിക്കും? നമ്മൾ കടത്തിവിട്ട ജീൻ ഉണ്ടാക്കിയതായിരിക്കും. അല്ല, അങ്ങനെ കണ്ടുപിടിക്കാൻ. Then how genes affect and how their functions develop, and example the role of insulin. ഇൻസുലിന്റെ റോള്. ഇപ്പൊ മനുഷ്യന് കുത്തിവെക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഉണ്ടാക്കിയ ഇൻസുലിൻ ആദ്യം മനുഷ്യൻ കുത്തിവെക്കുന്നു അല്ലേ? ഇതിലെല്ലാം പരീക്ഷിച്ചൊക്കെ നോക്കും. ഈ ജീൻ അങ്ങോട്ട് കൂടുതൽ നോക്കും അല്ലെ? അങ്ങനെ ഓരോ ഇൻസുലിന്റെ then introducing foreign gene into insulin and study the effect of the foreign insulin. നമ്മുടെ ജീനെ എലിയിലേക്ക് കടത്തിവിടും. അപ്പൊ ഇൻസുലിൻ എടുത്ത് എലിയിലേക്ക് കൊടുത്തിട്ട് എലിയെ കൊണ്ട് ഇൻസുലിൻ ഉണ്ടാക്കി നമുക്ക് കുത്തിവെക്കുക. ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പം എലി ഉണ്ടാക്കിയ ജീൻ എന്ന് പറയുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ അതിന്റെ പ്രൊഡക്ടിവിറ്റി ഒരു ഫോറിനാണ്. അതെങ്ങനെ എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് ഉണ്ടാകുന്ന ഇൻസുലിൻ എടുത്ത് എലിയിലേക്ക് കുത്തിച്ചിട്ട് അതിന്റെ എങ്ങനെ എഫക്ട് ചെയ്യും. ഇങ്ങനെ പല പല കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അതൊക്കെയാണ് അതിനകത്ത് പഠിക്കുന്നത്. ഓർത്തോളാം, ഹെഡിങ് മാത്രം പഠിച്ചാലും മതി. ടു സ്റ്റഡി ദ ഫിസിയോളജി ആൻഡ് എഫക്ട് ഓഫ് ജീൻ. 2 സ്റ്റഡി ഓഫ് ഡിസീസസ്. 2 study of diseases. രോഗങ്ങളെ കുറിച്ച് പഠിക്കാം. എന്താണ് രോഗങ്ങളെ കുറിച്ച് പഠിക്കാം? ടു സ്റ്റഡി ഹൗ ജീൻസ് കൺട്രോളിംഗ് ഡെവലപ്മെന്റ് ഓഫ് എ ഡിസീസ്. ഒരു രോഗത്തെ എങ്ങനെയാണ് ജീൻ കൺട്രോൾ ചെയ്തതെന്ന് പഠിക്കാൻ. ഞാൻ എക്സാമ്പിൾ പറയാം. അൽഷിമേഴ്സ് എന്ന രോഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അൽഷിമേഴ്സ് മറവി രോഗം. എന്താ ലക്ഷണം? ലക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിലോട്ട് പോകാൻ നേരത്ത് സ്കൂളിൽ വെച്ച് പെയിൻ എടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ വീട്ടിൽ ഇറങ്ങാൻ നേരത്ത് പെൻസിൽ എടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ കുട എടുക്കാൻ പറഞ്ഞു, ചോറ് എടുക്കാൻ പറഞ്ഞു, ചാല് വലിയേക്കാൻ പറഞ്ഞു. ഇതൊന്നും ഒരു മറവി രോഗമല്ല, അത് സാധാരണ. പക്ഷെ നിങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയപ്പോൾ വഴിയിൽ വെച്ച് വീട്ടിലേക്ക് പോകാനുള്ള വഴി നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല, അതൊരു മറവി രോഗം. അല്ലെങ്കിൽ കുടിക്കാനായി ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് മേശ എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യ, മറവി രോഗമാണ്.
ടൂത്ത് പേസ്റ്റിനകത്ത് ബ്രഷ് എടുത്ത് പേസ്റ്റ് കഴിച്ചതിന് ശേഷം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്തിന് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. നിങ്ങളിപ്പോൾ ടൂത്ത് ബ്രഷ് എടുത്ത് പേസ്റ്റ് ചെയ്ത് ഉടൻ തന്നെ വലിയ, കാരണം നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് ഇത് ചെയ്യണമെന്ന്, ഓട്ടോമാറ്റിക്കായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അൽഷിമേഴ്സ് കുറിച്ചാൽ ഇത് ചെയ്യണമെന്ന് അറിയത്തില്ല. വീട്ടിൽ നിന്ന് പുറത്ത് പോയി തിരിച്ച് വീട്ടിൽ വരാനുള്ള വഴി അറിയത്തില്ല. ഇങ്ങനെ രോഗം പതുക്കെ ആയിരിക്കും വരും, പെട്ടെന്ന് വരത്തില്ല. ആദ്യം ചെറിയ ഇതൊക്കെ ആയിരിക്കും, പതുക്കെ വീട്ടിൽ ഒരു വഴി പറഞ്ഞു നിൽക്കും, ആലോചിച്ചുകൊണ്ട് ആലോചിച്ചപ്പം ഇച്ചിരി വെള്ളം അടിക്കുന്ന ആളും കൂടെ ആണെന്ന് വെച്ചോ. സപ്പോസ് എനിക്ക് അങ്ങനെ ബന്ധു ഉണ്ടാകും, പുള്ളിയുടെ അനുഭവം ഞാൻ പറയാം. പുള്ളി റോഡിൽ നിൽക്കും, തിരിച്ച് വീട്ടിൽ പതിനെ നിൽക്കും, ഇച്ചിരി അടിച്ചു നിൽക്കും. അപ്പോൾ എന്തായിട്ട് അല്ലെ വീടൊക്കെ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടാക്കാം. അങ്ങനെ ഇങ്ങനെ പതുക്കെ പുള്ളിക്ക് പിന്നെ എങ്ങോട്ട് പോകണമെന്നറിയാൻ അപ്പോഴാണ് മനസ്സിലാകുന്ന പുള്ളിക്ക് ഈ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. അപ്പോഴാണ് ആൾക്കാർ ഡോക്ടറോട് കാണിക്കുന്നത്. അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇദ്ദേഹത്തിന് അൽഷിമേഴ്സ് ആണ്. എന്നിട്ട് ആ ഡോക്ടർ ആ രോഗിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് രോഗം എങ്ങനെ തുടങ്ങിയെന്ന് പറയും, എങ്ങനെയായിരുന്നു ആദ്യത്തെ ലക്ഷണം? നിങ്ങളുടെ ഡോക്ടർ ചെന്ന് രോഗം ചോദിച്ച ഡോക്ടർ എന്നാദ്യം കണ്ടത് എന്തായിരുന്നു ലക്ഷണം ആദ്യം? അപ്പൊ നിങ്ങൾ അവിടെ വേദന എന്ന് പറയത്തില്ല. അതുപോലെ ഇയാൾ ചോദിക്കുക നിങ്ങൾ ആദ്യം എങ്ങനെയായിരുന്നു ഈ രോഗം വന്നെന്ന് ചോദിച്ചാൽ പുള്ളി പറയില്ല. കാര്യം എന്താ? പുള്ളി ഓർമ്മയില്ല. മനസ്സിലായില്ലേ? അപ്പോഴെന്താ ചെയ്യുന്നതെന്ന് പറയാം. അതിൽ ജനിതക രോഗമാണ്. ഇതിന്റെ ജീൻ എടുത്ത് എലികളിലേക്ക് മാറ്റും. അപ്പൊ എലി ആരായി? ട്രാൻസിന് അനിമലായി. എന്നിട്ട് ഈ എലിയിൽ ഈ രോഗലക്ഷണത്തിന്റെ പ്രോഗ്രസ് എങ്ങനെയാണ് ക്രമാതീതമായി വളരെ കഠിനമായിട്ട് പഠിക്കും. ഇപ്പൊ എലിയുടെ ആയുസും മനുഷ്യന്റെ ആയുസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 10 വെച്ചോളൂ. ഇപ്പൊ മനുഷ്യൻ 100 വർഷം ജീവിക്കുമ്പോൾ എലി 10 വർഷം ജീവിക്കുന്നത് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എലിയിൽ ഒരു രോഗലക്ഷണം കാണാൻ 1 വർഷം എടുക്കുമെങ്കിൽ മനുഷ്യൻ അത് കാണിക്കാൻ 10 വർഷം എടുക്കും. മനസ്സിലായിക്കൂടെ? അത്തരത്തിലൊരു സ്റ്റഡി നടത്തിയിട്ട് ആ പ്രോഗ്രസ് വെച്ച് റേഷ്യോ കൊണ്ടതിന് ശേഷം എലിയുടെ ഓർമ്മശക്തി എങ്ങനെ കുറയുന്നു നോക്കും. നിങ്ങൾക്ക് എലിയുടെ ഓർമ്മശക്തി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതിനൊക്കെ സയന്റിഫിക് കുറെ വഴികളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് ഒരു എലി താമസിക്കുന്ന ദ്വാരമാണെന്ന്, ഇതിനകത്താണ് എലി താമസിക്കുന്നത് വെച്ചാൽ പുറത്തേക്ക് വരുന്ന വഴി ഇങ്ങനെ ഈ പസിൽ പോലെ ഇങ്ങനെ പലയിടത്തിലാക്കും. ഇങ്ങനെ ഈ പാലമേൽ വഴി കണ്ടുപിടിക്കാവുന്നതല്ലേ, അതുപോലെ ഇങ്ങനെ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ വഴിയെല്ലാം അടച്ചിട്ട് ഇതെല്ലാം അടയ്ക്കും. എന്നിട്ട് എലിയെ തുറന്നു കൊടുക്കും. അപ്പൊ എലി ആദ്യം ഇവിടെ വരും, അടഞ്ഞിരിക്കും, തിരിച്ചു പോകും. ഇവിടെ വരും, അടഞ്ഞിരിക്കും, തിരിച്ചു പോകും. ഇവിടെ വരും, തിരിക്കും. അങ്ങനെ ഇവിടെ എല്ലാം മനുഷ്യ ഇവിടെ തുറന്നിരിക്കുന്നത് പുറത്തേക്ക്. രണ്ടാം ദിവസം ഈ എലി ഇവിടെ തുറന്നിട്ട് എലിക്കൊണ്ടൊന്നും പോകത്തില്ല, നേരെ അങ്ങോട്ട് തന്നെ. എന്തുകൊണ്ടാണ്? അല്ല ഓർമ്മയുണ്ട്. 3-ാം ദിവസം അങ്ങോട്ട് തന്നെ പോകും. പക്ഷെ അൽഷിമേഴ്സിന്റെ ജീൻ വെച്ച് കഴിഞ്ഞാൽ എലി 2 ആഴ്ച വേണം ഇങ്ങോട്ട് പോയിക്കൊണ്ടാണ് തിരിച്ചു വരും. ഇതിന്റെ അർത്ഥം എന്താ? ചെറുതായിട്ട് ഓർമ്മ പറയും. വീണ്ടും കുറെ കഴിയുമ്പോൾ അത് ഇങ്ങോട്ടും പോയിട്ടാണ് തിരിച്ചു വരും. അതിന്റെ അർത്ഥം എന്താ? ഓർമ്മ കെട്ടി കുറഞ്ഞു വരും. പിന്നെ തിന്നാനുള്ള സാധനം കണ്ടാൽ തിന്നണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് വിളിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ഇങ്ങനെ വലിയ രോഗങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു പറയാം. അപ്പൊ ഞാൻ ചുരുക്കി പറയാം. Study the gene, how a gene contribute to the development of a disease such as cancer. ക്യാൻസർ അങ്ങനെ അടുത്ത് വരുന്നു കണ്ടുപിടിക്കാൻ നിങ്ങൾ പോയി നിന്ന് കൊടുക്കുക. ആ ക്യാൻസറിന്റെ സെല്ലിൽ എനിക്ക് ഓങ്കോജീൻ എന്നൊരു ജീനുണ്ട് നമ്മുടെ ശരീരത്തിൽ. എല്ലാവരുടെ ശരീരത്തുണ്ട് കേട്ടോ. ഇത് സാധാരണ ഇതിൽ നമുക്ക് നല്ല ഗുണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ചിലപ്പോൾ അനങ്ങാതിരിക്കുക. അപ്പോൾ അതിന് പ്രോട്ടോ ഓങ്കോജീൻ എന്നാണ് വിളിക്കുന്നത്. പ്രോട്ടോ ഓങ്കോജീൻ. നിങ്ങൾ എന്തെങ്കിലും കെമിക്കൽസ് കഴിക്കുകയോ റേഡിയേഷൻസ് വരുത്തുകയോ മയക്കുമരുന്ന് കണ്ടീഷണർ ഉപയോഗിക്കുകയോ പിന്നീട് റേഡിയേഷനുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഈ ജീൻ ഉണർന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ക്യാൻസർ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ജീനെ എടുത്ത് നമുക്ക് ഒരാളുടെ ഹെൽത്ത് കൊടുത്ത് ഒരുപാട് പരീക്ഷ ഉണ്ട്. വന്നിരിക്കും. ഇപ്പോൾ വാക്സിനെക്കാൾ വഴി പരീക്ഷിക്കുന്നുണ്ട്. കാരണം അത് പരാജയപ്പെട്ടാൽ അത്രയ്ക്കുള്ള ദോഷങ്ങളെ വരും. വാക്സിനൊക്കെ ആൾക്കാർ പരീക്ഷിക്കുന്നുണ്ട്. അത് പരാജയപ്പെട്ടാൽ അത്രയും ദോഷങ്ങളൊക്കെ വരത്തുള്ളൂ. അതേസമയം ഒരാൾ ക്യാൻസറിന്റെ പരീക്ഷണം നടത്തുകയാണ്, പരാജയപ്പെട്ട ആൾ ക്യാൻസറെ മരിച്ചു, ആരും നിൽക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്നത്? ഈ ക്യാൻസർ വരാനായ മനുഷ്യന്റെ ജീനെ എടുത്ത് എലിയിലേക്കോ അതുപോലെ ജന്തുക്കളിലേക്ക് മാറ്റും. അപ്പോൾ അവരായി ട്രാൻസിന്റെ അനിമലായി. എന്നിട്ട് അത് എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു പഠിക്കും. അപ്പൊ ക്യാൻസർ, സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന രോഗമുണ്ട്, പിന്നെ പറയാം. അത് പിന്നെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഈ ആമവാദം എന്നൊക്കെ പറയുന്നത്, പിന്നെ അൽഷിമേഴ്സ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ വരും എന്നുള്ള കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. പതുക്കെ പ്രോഗ്രസ് ജന്തുക്കളിലേക്ക് എങ്ങനെ വരുന്നു കണ്ടുപിടിക്കണം. അടുത്ത ബയോളജിക്കൽ പ്രോഡക്ട്സ്, പ്രൊഡക്ഷൻ ഓഫ് ബയോളജിക്കൽ പ്രോഡക്ട്സ്. നമുക്ക് ആവശ്യമുള്ള ചില പ്രോഡക്റ്റുകൾ, മനുഷ്യന് ആവശ്യമുള്ള ചില എൻസൈമുകൾ മനുഷ്യന് മാത്രം കിട്ടും. അപ്പോൾ മനുഷ്യന് മാത്രം കിട്ടുന്ന എൻസൈം മനുഷ്യനെ എടുത്താൽ ആരും നിങ്ങളുടെ എൻസൈം എടുത്തോന്ന് പറഞ്ഞിരിക്കും, പറ്റില്ല. അപ്പം ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ജീൻ എടുത്ത് മൃഗങ്ങളിലേക്ക് മാറ്റും. അപ്പോൾ മൃഗങ്ങൾ ആ ജീൻ പ്രവർത്തിച്ച് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ മൃഗങ്ങളെ കൊന്ന് രക്തത്തിൽ വേർതിരിച്ചെടുത്തൂടെ? അല്ല, ഇപ്പൊ എന്നെ കൊന്ന് എന്റെ രക്തത്തിൽ ഒരു പ്രോഡക്റ്റ് എടുത്ത് കറ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൊടുക്കത്തില്ല.
അപ്പം എങ്കിൽ ആ ജീൻ എടുത്തിട്ട് എലിയിലേക്ക് മാറ്റിയതിനു ശേഷം എലിയെ കൊന്ന് എലിയുടെ രക്തത്തിൽ എടുക്കാം, അല്ലെങ്കിൽ കുരങ്ങിലേക്ക് മാറ്റി കുരങ്ങിനെ കൊന്ന് അതിന്റെ രക്തത്തിൽ എടുക്കാം. ഇങ്ങനെ നമ്മൾ മനുഷ്യന് ആവശ്യമുള്ള ചില പ്രോഡക്റ്റ് മൃഗങ്ങളിൽ നിന്ന് എടുക്കാറുണ്ട്. അതിനുവേണ്ടിയുള്ള ജീനുകൾ മൃഗങ്ങളിലേക്ക് മാറ്റും. അതാണ് ഫോർ വാല്യുബിൾ പ്രോഡക്റ്റ്. അതിനുണ്ടായിട്ടുള്ള കുറെ മെഡിസിൻസ് ഉണ്ട്. ഒന്ന്, certain proteins are extracted by introducing foreign gene into certain animals and obtained. One protein is called alpha-1 antitrypsin. Alpha-1 antitrypsin എന്നൊരു പ്രോട്ടീൻ മനുഷ്യന് വേണ്ടി എടുക്കും. This is needed for the treatment of emphysema, phenylketonuria. phenylketonuria എന്നൊരു അസുഖമുണ്ട്, പഠിച്ചിട്ടുണ്ടല്ലോ സൂളജിയിൽ. അതുപോലെയാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. സിസ്റ്റിക് ഫൈബ്രോസിസ്, ഈ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന രോഗത്തെ കുറിച്ച് പറയാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ക്രോമസോം 7 ഉണ്ടാകുന്ന ഒരു ജനിതക തകരാറുകൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ്. ഇങ്ങനെയുള്ള ഒരു ശരീരത്ത് ശരിക്കും പറഞ്ഞാൽ മ്യൂക്കോവോയിഡോസിസ് എന്ന് വിളിക്കാറുണ്ട്. മ്യൂക്കോവോയിഡോസിസ് കാരണമായിട്ട് മ്യൂക്കസ് ഇങ്ങനെ മൂക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ വലിയ കുഴപ്പമില്ല. ശരീരത്തിൽ ഉപ്പ് രസം ഉണ്ടായിരിക്കും, അത് വലിയ കുഴപ്പമില്ല. പെട്ടെന്ന് മെലിഞ്ഞു പോകും, ഭയങ്കര വിശപ്പും ദാഹവും ഒക്കെ ആയിരിക്കും. പിന്നെ സ്കിൻ നോർമലായിട്ട് ടേസ്റ്റ് സാൾട്ടി സ്കിൻ ആയിരിക്കും, നോർമൽ ആപ്പറ്റൈറ്റും പൂവർ ഗ്രോത്തും ആയിരിക്കും. വെയിറ്റ് ഗെയിൻ, വളരെ ഭാരം വളരെ കുറഞ്ഞു. പിന്നെ എക്സസ് മ്യൂക്കസ് പ്രൊഡക്ഷൻ, കഫിങ് ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ചുമയും ശ്വാസതടസ്സം, അതൊക്കെ നമുക്ക് ഇങ്ങനെ സഹിച്ചു പോകാം. പക്ഷെ ആണുങ്ങൾക്ക് ഈ രോഗം വരുവാണെങ്കിൽ അവരുടെ മാസ് ഡിഫറൻസ് ഇല്ലാതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത തലമുറ ഉണ്ടാകത്തില്ല. അതാണ് പ്രധാനപ്പെട്ട തലമുറ. മനസ്സിലായില്ല. സിസ്റ്റിക് ഫൈബ്രോസിസ് പറഞ്ഞേ ഉള്ളൂ, കാണാൻ പഠിക്കൊന്നും വേണ്ട. ഈ രോഗങ്ങൾ എന്തിന്റെ ഇത് എന്താണ് ഇത്ര രോഗങ്ങൾ ഇവിടെ പറയാൻ കാരണം മനസ്സിലാക്കി വെക്കുക. ഈ രോഗത്തിന്റെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ഈ ആൽഫ-1 ആന്റിട്രിപ്സിൻ ആണ് മാത്രം. ഇനി 1997 ഒരു റിസർച്ച് നടത്തി, ഒരു പരീക്ഷണം. 1997 മനുഷ്യ ശരീരത്തില് അമ്മമാർ കുഞ്ഞിന് കൊടുക്കുന്ന പാലിനകത്തുള്ള ഒരു പ്രത്യേക പ്രോഡക്റ്റ് പേരാണ് ആൽഫ-1 ലാക്ട് ആൽബുമിൻ. ആൽഫ-1 ലാക്ട് ആൽബുമിൻ. ഇപ്പം ആൾക്കാർ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ പാല് കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെന്ത് കൊടുക്കുന്നത്? പശു പാലാണ് കൊടുക്കുന്നത്, അല്ലേ? നിങ്ങൾക്കറിയാമോ, ലോകത്ത് മറ്റൊരു ജന്തുവിന്റെ പാൽ കുടിക്കുന്ന ഒരേ ഒരു മൃഗമേ ഉള്ളൂ. അല്ല, ഒരു മൃഗം തന്നെ പറയാം, അത് മനുഷ്യൻ മാത്രമാണ്. വേറൊരു ജന്തുക്കളും മറ്റൊരു ജന്തുവിന്റെ പാല് കുടിക്കത്തില്ല. നിങ്ങൾ വാട്സാപ്പിനകത്തൊക്കെ ചിലപ്പം പൂച്ച വന്ന് പട്ടിയുടെ പാല് കുടിക്കുന്നോ, പട്ടി വന്ന് ആടിന്റെ പാല് കുടിക്കുന്നോ, അതൊക്കെ വേറെ റെയറായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഇത് നൂറ്റാണ്ടുകളായ വർഷം തുടരുന്ന ഒരു പ്രക്രിയയാണ്. കന്നുകാലി വളർത്തണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആദ്യകാലം മുതലേ ഉള്ള കൃഷിരീതിയാണ്. ആ പാല് എടുത്ത് എന്ത് ചെയ്യാനാണ്? മനുഷ്യൻ കുടിക്കാൻ തന്നെ ആയതുണ്ട്, അല്ലെ? പാലും പാൽപ്പിണ്ണയാണ്. അങ്ങനെ എത്തിച്ചാൽ മറ്റൊരു മൃഗത്തിന്റെ പാല് കുടിക്കുന്ന ഒരേ ഒരു മൃഗം മനുഷ്യനാണ്. പക്ഷേ അത് അനിമൽ പ്രോട്ടീൻ അല്ല, അത് അനിമൽ പ്രോട്ടീനാണ്, മനുഷ്യന് പറ്റിയതല്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗം ഉണ്ടാക്കുന്ന പാലിനകത്ത് മനുഷ്യന്റെ പാലിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് സംബന്ധിച്ചു, പക്ഷെ ചില ഘടകങ്ങളില്ല. ഫോർ എക്സാമ്പിൾ മനുഷ്യന്റെ ശരീരത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രോട്ടീനാണ് ആൽഫ ലാക്ട് ആൽബുമിൻ. ഇത് ആരിലില്ല, പശുവില്ല. 1997 ഒരു റിസർച്ച് നടത്തിയ ഒരു ജനിതക പരീക്ഷണം, മനുഷ്യരിൽ ഈ ആൽഫ ലാക്ട് ആൽബുമിൻ ഉണ്ടാക്കുന്ന ഈ ജീനിനെ മുറിച്ചെടുത്ത് ഒരു പശുവിലേക്ക് മാറ്റി. ഈ പശുവിന്റെ റോസി എന്നാണ്, റോസി പശു, റോസി കൗ ആണ്, RSI. അപ്പോൾ ഈ 1997 this cow started transiting for TCR. കാണുക, മനുഷ്യന്റെ ജീൻ അതിനകത്തുണ്ട്. So in 1997, a human gene for the making of alpha-lactalbumin is transferred or introduced into a cow. That cow is called Rosie, and that will produce milk. ഇതുണ്ടാക്കുന്ന പാലിന്റെ പ്രത്യേകത, it contains this alpha-lactalbumin. ഈ പശു എടുക്കുന്ന പാലിനകത്ത് എന്തുണ്ടായിരിക്കും? ആൽഫ-ലാക്ട് ഉണ്ടായിരിക്കും. 1 ലിറ്ററിനകത്ത് 2.4 grams ഉണ്ടായിരിക്കും per liter. 1 ലിറ്റർ പാലെടുത്ത് അത് 2.4 grams of alpha-lactalbumin കാണും. അപ്പൊ അത് എന്തിനോട് ഉപയോഗിക്കാം? It is a best food for human babies. മനുഷ്യ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന നല്ല ഫുഡാണ്. അപ്പൊ അമ്മമാർക്ക് പാല് കിട്ടാത്തവരപ്പോ ജനിക്കുമ്പോഴേ കുഞ്ഞ് ഉണ്ട്, അമ്മ മരിച്ചു, ഒന്നുകൂടെ, അല്ലെ അമ്മയ്ക്ക് രോഗമാണ്, പാല് കൊടുത്തുകൂടെ. അല്ലെങ്കിൽ ഒരു പ്രസവത്തിൽ 5-6 കുട്ടികളുണ്ട്, എല്ലാത്തിനും പാല് കൊടുക്കാൻ പോയില്ലല്ലോ. അങ്ങനെ വരുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾക്ക് എന്താ കൊടുക്കുന്നത്? പശുവിന്റെ പാല് കൊടുക്കുക, സ്വാഭാവികമാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ പശുവിന്റെ പാല് കൊടുക്കും, എന്ത് കിട്ടുന്നതിന്? ആൽഫ-ലാക്ട് ആൽബുമിൻ കിട്ടും, അല്ലേ? പഠിച്ചു വെച്ചാൽ അത് പരിശീലി വയ്ക്കും. അടുത്ത സ്പെഷ്യാലിറ്റി ഓഫ് റോസി കൗ എന്താണ്? ഇറ്റ് ഈസ് എ first transgenic cow. It has a gene of human being for the making of a protein called alpha-lacto albumin. നോക്കണം, രണ്ട് പേര് വ്യത്യാസമുണ്ട്. ഇത് ആൽഫ-ലാക്ട് ആൽബുമിൻ, ഇത് ആൽഫ-1 ആന്റിട്രിപ്സിൻ. തമ്മിൽ തിരിഞ്ഞു വരുന്നത് സ്ഥിരം പരിശീലിക്കുന്നതാണ്. തമ്മിലുള്ള വ്യത്യാസവും
എന്താന്നൊക്കെ. ആൽഫ ലാക്ടാലിൻ ഉണ്ടാക്കുന്ന പശുവിന്റെ പേരാണ് റോസി. ആ പശുവിന്റെ പാലിനകത്ത് 2.4 grams ഓഫ് ആൽഫ ലാക്ടാലിൻ പെർ 1 liter ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഇസ് ദ ബെസ്റ്റ് ഫുഡ് സപ്ലിമെന്റ് ഫോർ ഹ്യൂമൻ ബേബീസ്. ഓക്കെ, രണ്ടായിരത്തിലല്ലോ വീണ്ടും പറയണം കേട്ടോ. അടുത്തത് 4 വാക്സിൻ സേഫ്റ്റി. ഫോർ വാക്സിൻ സേഫ്റ്റി, വാക്സിൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഒരു വാക്സിൻ കണ്ടുപിടിച്ചു, ഇപ്പൊ തന്നെ കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചു അല്ലേ. മനുഷ്യരുടെ കാലത്ത് ഇപ്പോൾ പരീക്ഷിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഒരുപാട് പരീക്ഷ നടത്തി. എവിടെ ആയിരിക്കും പറയാം, മൃഗങ്ങളാണ്. അവസാനമാണ് മനുഷ്യൻ പരീക്ഷിക്കുന്നത്. മനസ്സിലായി. ഇപ്പൊ ഒരു പ്രത്യേക ഒരു ഏരിയയിൽ അങ്ങനെ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇത്ര കടന്ന് പരീക്ഷ നടത്തി ലോകം മുഴുവൻ കൊടുക്കേണ്ട മരുന്നാണ്. അതുകൊണ്ട് 100% സേഫായിട്ട് കൊടുക്കാൻ ഒരുപാട് പ്രോട്ടോകോളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരുപാട് പ്രോട്ടോകോളൊക്കെ. ഇപ്പൊ ഇതിനെ കുറിച്ച് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ പുതിയതായിട്ടൊരു റിസർച്ച് നടത്തിയത്, ഈ പശുവിൽ പാലുണ്ടാക്കുന്ന ജീൻ അതിനെ ബാക്ടീരിയയിലേക്ക് മാറ്റിയിട്ട് ബാക്ടീരിയയെ കൊണ്ട് പാലുണ്ടാക്കിക്കുന്ന ഒരു വിദ്യ ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് കഴിയും. അതിന്റെ ഒരു വീഡിയോ ഞാൻ കിട്ടുക. അതായത് പശുവിനെ വളർത്തണ്ട, പശുവിൽ പാലുണ്ടാകുന്ന ജീനിനെ ബാക്ടീരിയ കുടഞ്ഞേക്ക് കൊടുക്കും. എന്നിട്ട് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് ഫെർമെന്റേഷൻ ചേമ്പർ വളർത്തി കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ എന്തുണ്ടാക്കി തരും, പാലുണ്ടാക്കി തരും. ആ പാല് കുടിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞാണ് ആ വീഡിയോ കാണിക്കുന്നത്. സത്യസന്ധത എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും വിശ്വസിക്കാത്ത സോഴ്സിലാണ് കണ്ടത്. ഞാൻ വീഡിയോ നമ്മുടെ ഡിസ്കഷൻ ക്ലാസ് എടുത്ത് തരാം. അങ്ങനെ വരെയുള്ള ശാസ്ത്രം പുരോഗമിക്കാത്ത അർത്ഥം. ഓക്കെ, അപ്പൊ ഇനി ഇതാണ് വാക്സിൻ സേഫ്റ്റി. അപ്പൊ ഒരു വാക്സിൻ കണ്ടുപിടിച്ചു, അത് മനുഷ്യരെ കുത്തിവെക്കുന്നതിന് തൊട്ട് മുമ്പ് ആ വാക്സിൻ ദോഷകരമാണോ എന്നറിയാം. പണ്ടൊന്നും വഴിയില്ലായിരുന്നു. ഇപ്പം ഉള്ള വഴി എന്താണ്, മനുഷ്യന് വാക്സിനോട് പ്രതികരിക്കുന്ന ഒരു ജീനുണ്ട്. കാരണം ആന്റിബോഡി ഇന്ററാക്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആന്റിബോഡിയാണ്. വാക്സിൻ ഒരു ആന്റിജനായിട്ട് ശരീരം കാണും. അപ്പൊ അതിന് പ്രതികരിക്കുന്ന ആന്റിബോഡി ഉണ്ടാവുമല്ലോ. ആന്റിബോഡി ഉണ്ടാക്കുന്ന ജീൻ കാണുമല്ലോ. ആ ജീനെ എടുത്ത് എവിടേക്ക് മാറ്റും, എലിയിലേക്ക് മാറ്റും. അപ്പം എലി പാലിന് തുല്യമാണ്. ഈ പ്രതികരണത്തിന്റെ കാര്യത്തിൽ മനുഷ്യ തുല്യമാണ്. മനുഷ്യരിൽ ആന്റിബോഡി ഉണ്ടാക്കുന്ന ജീനിനെ എലിയിലേക്ക് മാറ്റുമ്പോൾ എലി ആന്റിബോഡിയുടെ കാര്യത്തിൽ മനുഷ്യ തുല്യമാണ് അല്ലെ. ഇനി എലിയിലേക്ക് വാക്സിൻ കുത്തിവെക്കും. അപ്പൊ എലി ചത്തുപോവുകയാണെങ്കിൽ ഈ വാക്സിൻ സേഫ് അല്ല തന്നെ അർത്ഥം. ഇത് മനുഷ്യ ചെയ്യാൻ നോക്കൂ. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇറ്റ്സ് യൂസ്ഡ് ഫോർ സ്റ്റഡിയിങ് വാക്സിൻ സേഫ്റ്റി. ദാറ്റ് ഈസ് ടു സ്റ്റഡി ഹൗ ജീൻസ് കൺട്രോൾ ദ ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ്. Okay. Transgenic mice are used to test safety of vaccines before it is used in human being. Transgenic animals are used to test vaccine safety before it is used in human being. Example, polio virus, etc. If it is found successful, finally it will be tested with the transgenic monkeys. Transgenic monkey പരീക്ഷ അപ്പോഴും ഇത് സക്സസ്ഫുൾ ആണെന്ന് കഴിഞ്ഞാൽ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഹ്യൂമൻ ബീങ്. മനസ്സിലായി. അതാണ് വാക്സിൻ സേഫ്റ്റി. അടുത്തത് 1, 2, 5. കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റ്. കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റ് അതായത് ടോക്സിക് കെമിക്കൽ സേഫ്റ്റി അല്ലെങ്കിൽ ടോക്സിക് സേഫ്റ്റി. അതായത് ഇപ്പൊ മനുഷ്യൻ ഒരുപാട് കെമിക്കലുമായിട്ട് നിത്യവൃത്തി ജീവിക്കേണ്ടി വരും. ഹ്യൂമൻ ബീങ് വിൽ ബി എക്സ്പോസ്ഡ് ടു കെമിക്കൽസ്. അത് സ്വാഭാവികം. ഒരുപാട് കീടനാശിനി, കളനാശിനികള്, മരുന്നുകള്, പിന്നെ ഇപ്പൊ തന്നെ നമ്മുടെ വീട്ടിൽ പാറ്റിക്കടിക്കുന്ന ഹിറ്റ്, അതുപോലെ തന്നെ ഇപ്പൊ സാനിറ്റൈസറുകൾ, അങ്ങനെ ഒരുപാട് കെമിക്കലോട് മനുഷ്യൻ ജീവിക്കേണ്ടി വരും. ഭൂമിയിൽ കെമിക്കൽ അല്ലാത്ത ഒന്നുമില്ല. അത് പ്രത്യേകം പറയണ്ടേ, ഭൂമിയിൽ കെമിക്കൽ അല്ലാത്ത ഒന്നുമില്ല എന്നാലും പറയാം. അപ്പോൾ കെമിക്കൽ സേഫ്റ്റി. അപ്പോൾ ഇത് മനുഷ്യ ദോഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മനുഷ്യനോളം തന്നെ പ്രതികരണ ശേഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കെമിക്കലോട് പ്രതികരിക്കുന്ന ഒരു കോമൺ ജീനുകൾ മനുഷ്യർക്ക് കാണും. അത് ആ മൃഗത്തിലേക്ക് മാറ്റും. അപ്പോൾ മൃഗം എന്തിനു തുല്യമായി? ഈ പ്രതികരണത്തിന്റെ കാര്യത്തിൽ മനുഷ്യന് തുല്യമായി. എന്നിട്ട് ഈ മൃഗങ്ങളെ ഇത്തരം കെമിക്കലുമായിട്ട് എക്സ്പോസ് ചെയ്യും. ഇപ്പൊ 100 വർഷം ജീവിക്കുന്ന മനുഷ്യന് ആയുസിന്റെ ഒരു കുട്ടിക്കാലത്തെ എക്സ്പോസ് ചെയ്തൊരു കെമിക്കല് ഒരു മെച്യൂരിറ്റി എത്തുമ്പോഴാണ് അതിന്റെ റിസൾട്ട് വരുന്നതെന്ന് വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്കാലത്ത് മുതൽ ഒരു കുട്ടിക്ക് ഒരു കെമിക്കലിൽ എക്സ്പോസ് ചെയ്യുന്നു. ആ കുട്ടിക്ക് ഫെർട്ടിലിറ്റി എത്തുമ്പോൾ ആ കുട്ടി ഇൻഫെർട്ടൈൽ ആയി പോകുന്ന കെമിക്കൽ, ഒരാളെ ഇൻഫെർട്ടൈൽ ആക്കുന്ന ഒരു കെമിക്കലാണ്. ആ കെമിക്കൽ കുട്ടിക്കാലം പോലെ ഇയാൾ ഇതുമായിട്ട് എക്സ്പോസ്ഡ് ആണ്. പക്ഷെ അയാൾ ഇൻഫെർട്ടൈൽ ആക്കുമെന്ന് ഏത് കാലത്ത് കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ? അയാൾ മെച്യൂരിറ്റി എത്തിയതിനു ശേഷം കണ്ടുപിടിക്കാനും. അപ്പൊ എത്ര വർഷം എടുക്കും? ഒരു 17 വർഷം. ശരിയല്ലോ? അത് അങ്ങനെയാണെങ്കിൽ ആ കെമിക്കൽ അങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു എലിയുടെ കുട്ടിക്കാലം വില കൊടുക്കണം. ആ എലി എന്താക്കണം? അതിനെ ട്രാൻസ്ജനിക് എലിയാക്കി മാറ്റണം. എന്നിട്ട് നമ്മൾ കാത്തിരുന്നാൽ മതി. മനുഷ്യന് 16 വർഷം കൊണ്ടേ റിസൾട്ട് അറിയാമെങ്കിൽ എലിക്ക് 16 ദിവസം കൊണ്ട് അറിയാം. കാരണം ഒരു എലി 16 ദിവസം കൊണ്ട് മെച്യൂരിറ്റി എത്തും.
അപ്പൊ മിച്ചം 20 ഇൻഫെർട്ടൈൽ ആണെന്നാണ് എലി. അതിന്റെ അർത്ഥം എന്താണ്? അതേ കെമിക്കൽ മനുഷ്യനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവനും 16 വയസ്സെത്തുമ്പോൾ ഇൻഫെർട്ടൈൽ ആയി പോകും എന്നല്ലേ. അല്ലാതെ ഒരു മനുഷ്യർക്ക് പരീക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞത്. വി ക്യാൻ യൂസ് കെമിക്കൽ ടെസ്റ്റ് ഫോർ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റ് ഫോർ ഹ്യൂമൻ ബീയിങ് ബൈ മേക്കിംഗ് ട്രാൻസ്ജനിക് അനിമൽസ്. അതായത് ഒരു പ്രത്യേക പീരീഡിൽ ഒരു കെമിക്കൽ എക്സ്പോസ് ആയി പോകുന്ന മനുഷ്യൻ അതിന്റെ റിസൾട്ട് കാണിക്കാൻ നിശ്ചിത സമയം പിടിക്കുമെങ്കിൽ അതേ റിസൾട്ടിന്റെ നമുക്ക് മനുഷ്യനെ ട്രാൻസ്ജനിക് അനിമലാക്കിയ ഒരു ജീവിയുടെ സാന്നിധ്യത്തിൽ അതിന്റെ റിസൾട്ട് എത്രത്തോളം താമസിക്കുമെന്ന്, എത്രത്തോളം കോൺസെൻട്രേഷൻ വേണമെന്നെല്ലാം കണ്ടുപിടിക്കാം. വ്യത്യസ്ത കോൺസെൻട്രേഷൻ ഇട്ട് കൊടുക്കാം. ഏത് കോൺസെൻട്രേഷൻ വരുമ്പോഴാണ് ഇൻഫെക്റ്റഡ് ആവുന്നത് മനസ്സിലാക്കാം. ഒരു 10 എലിയെ നമ്മൾ വ്യത്യസ്ത കോൺസെൻട്രേഷൻ എക്സ്പോസ് ആക്കുന്നു. എന്നിട്ട് 10-16 1.5 മാസം നമ്മൾ അതിനെ വളർത്തുന്നു. അപ്പോൾ ഹൈ കോൺസെൻട്രേഷൻ വളർത്തിയതാണ് ഇൻഫെക്റ്റഡ് ആയി പോകുന്നതെങ്കിൽ ഇതേ കെമിക്കൽ ഇതേ കോൺസെൻട്രേഷൻ മനുഷ്യന് ദോഷം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി കൂടെ. അവിടെ ഒരു കാര്യമുണ്ട്. മനുഷ്യൻ 100 കിലോ കൊണ്ട് എലിക്ക് 1 കിലോ ഉണ്ടെങ്കിൽ എലിയിൽ എത്രമാത്രം കെമിക്കലിന്റെ ദോഷം ഉണ്ടാക്കിയോ അതിന്റെ 100 ഇരട്ടിയെ മനുഷ്യന് ദോഷം ഉണ്ടാകും തെളിയും അല്ലേ. 100 കിലോ 1 കിലോ ആ വ്യത്യാസമുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന അർത്ഥം ജനിച്ച് വായിക്കാം. Transgenic animals are made with sensitive genes, toxins. Then these toxin chemicals are exposed to substances for exposure in the environment, and we can study the effect of the result by comparison whether the organism will be affected and can be compared with the human effect. ഒരു മൃഗത്തിന് ട്രാൻസ്ജനിക് ആയിട്ടുള്ള മൃഗത്തിന് ഒരു കെമിക്കൽ ഏതളവിൽ ദോഷം ചെയ്യുമെന്ന് കണ്ടുപിടിച്ചാൽ, എത്രത്തോളം കാലം അതിൽ എക്സ്പോസ്ഡ് ആയിട്ട് ഇട്ടാൽ ദോഷം ചെയ്യുമെന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ എത്ര മടങ്ങാണ് മനുഷ്യന്റെ ഭാരമെന്നും ആയുസ്സെന്നും കൺസ്യൂംഷൻ എന്നും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏതളവിൽ കഴിച്ചാൽ എത്ര കാലത്തിൽ എക്സ്പോസ്ഡ് ആയ മനുഷ്യൻ ദോഷം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന അർത്ഥമുള്ളൂ. നിങ്ങൾ അത്യാവശ്യം ഈ ഹെഡിങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. പ്ലസ് ഓർത്തിരിക്കേണ്ടത് റോസി കവിനെ കുറിച്ച് നിർബന്ധമായി ചോദിക്കും. ആൾസോ എബൌട്ട് ആൽഫ-1 ആന്റിട്രിപ്സിൻ ആൻഡ് ആൽഫ-ലാക്ടാൽബുമിൻ എക്സെട്ര എക്സെട്ര ഇതെല്ലാം ഭംഗിയായിട്ട് വിചാരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എത്തിക്കൽ ഇഷ്യൂസ് ആണ്. ഇതെല്ലാം വായിക്കാണ്. ഇതെല്ലാം ഞാൻ ഇൻസൈറ്റിൽ പ്രിന്റ് ചെയ്തിടുന്നുണ്ട്. നമ്മുടെ വഴി എത്തുവാണ്. Ethical issues. What is an ethics? സിനിമയെ കാണുമ്പോൾ സ്ഥിരം കേൾക്കുന്ന വാക്കാണ്. ഇതിന്റെ എത്തിക്സിന് ചേരുന്നതല്ല. എന്താണ് എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എത്തിക്സ് ഉണ്ട്. പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, ബിഹേവിയറൽ എത്തിക്സ് ഉണ്ട്, ബിലീവിൽ എത്തിക്സ് ഉണ്ട്. ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ അടുത്ത് ശരിയാവും. ഡോക്ടറെ അടുത്ത് നിങ്ങൾ രോഗിയെ കൊണ്ട് ചേരുന്നു. രോഗി വളരെ കഷ്ടപ്പെട്ട് ഇരിക്കുകയാണ്, ഭയങ്കര ദുരിതത്തിലാണ്, ഇനി വലിയ എഴുന്നേക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു രോഗിയാണ്. അപ്പൊ ആ രോഗി തന്നെ പറയാം, ഡോക്ടർ എനിക്ക് ജീവിതം മതിയായി, എനിക്ക് ജീവിതം അനുഭവിക്കാൻ വയ്യ, എന്നെ കൊന്നു തരും ഡോക്ടർ ചോദിച്ചാൽ ഡോക്ടർ എന്ത് പറയും? ആ, ഇത് ഞങ്ങളുടെ എത്തിക്സിന് എതിരാണ് അല്ലേ, ഡോക്ടേഴ്സിന്റെ എത്തിക്സിന് എതിരാണ്. അവരുടെ എത്തിക്സ് എന്താണ്? എപ്പോഴും they have to save every life. ഏത് ജീവനും രക്ഷിക്കേണ്ടതുണ്ട്. നാളെ മരിച്ചു എന്ന് ഉറപ്പുള്ള രോഗിയാണെങ്കിൽ പോലും ഇന്ന് അയാൾക്ക് ജീവിക്കണമെങ്കിൽ വലിയ മരുന്നുകൾ കൊടുക്കേണ്ടിയുണ്ടെങ്കിൽ അത് കൊടുക്കും. ഓ, നാളെ മരിച്ചു, നാളെ എന്താ പല മരുന്നൊക്കെ എന്തിനാ എന്നൊന്നും ഒരു കാര്യത്തില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് എ പ്രൊഫഷണൽ എത്തിക്സ്. നിങ്ങൾക്ക് ഒരു സംഭവം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ പേരൻസ് പക്ഷേ അറിയാൻ കഴിയും. ഒരു വർഷം എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ട് ദൂരെ ഒരു അച്ഛനും മകളും കൂടെ കൊല്ലത്ത് ട്രെയിനിൽ വന്നിറങ്ങിയായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 20-25 വർഷം വരെ ആവും. നിങ്ങളുടെ പേരൻസ് അറിയാൻ കഴിയും. അപ്പോൾ അവർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ച് ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോൾ എതിരെ വന്ന ടാങ്കർ ലോറി മറിഞ്ഞ് ഇവരുടെ ഓട്ടോറിക്ഷകളിലേക്ക് പോയി. അച്ഛൻ തെറിച്ച് ദൂരെ പോയി. ഈ പെൺകുട്ടി ഓട്ടോയുടെ അടിയിലായി. ഈ ടാങ്കർ ലോറി വലിയ ടാങ്കർ നിങ്ങൾക്കറിയാം, വലിയ ഗ്യാസ് കൊണ്ട് വലിയ ടാങ്കർ ഉണ്ടല്ലോ, അത് ഈ കുട്ടിയുടെ പുറത്തുകൊണ്ട് ഈ അരയ്ക്ക് താഴെ കടന്നു പോയി. അവിടെ ചാഞ്ഞു പോയി. അത് കുട്ടി അങ്ങനെ അത് വീണ് പോയി. എടുക്കാനൊക്കെ ഈ ടാങ്കർ ലോറി ഉയർത്താനാണ്, കാരണം വലിയ ക്രെയിൻ വേണം. ഇന്ന് റെയിൽവേക്ക് ക്രെയിൻ ഉണ്ട്. ആ ക്രെയിൻ എന്ന് പറയുന്നത് റെയിൽവേ പാളത്തിൽ ഇവിടെ എടുത്തോളൂ. പിന്നെ ഇന്നിപ്പോ റോഡിൽ കാണുന്ന വലിയ ക്രെയിൻ ഒന്നും വന്നില്ല. അപ്പോഴത്തേക്കും എന്ത് ചെയ്തത്? ക്രെയിൻ ഉയർത്താൻ വയ്യ, കുട്ടിയുടെ കുട്ടിക്ക് ബോധം പോയി. അപ്പോഴത്തേക്കും കുട്ടി എടുക്കാൻ വയ്യ. പെട്ടെന്ന് തന്നെ എല്ലാ ഡോക്ടേഴ്സും അവിടെ എത്തിച്ചേർന്ന് ഒരു മെഡിക്കൽ ടീം തന്നെ വന്നു. അവിടെ തന്നെ ഒരു ചെറിയ മെഡിക്കൽ വാർഡ് സജ്ജീകരിച്ച് കുട്ടിക്ക് ട്രിപ്പ് കൊടുക്കുന്നു, മരുന്നുകൾ കൊടുക്കുന്നു. ഈ കുട്ടിയുടെ ഇടയ്ക്കിടയ്ക്ക് ബോധം തെളിയും, വീണ്ടും ബോധം പോകും, അച്ഛനോട് സംസാരിക്കും,
ജീവിക്കില്ലെന്ന് ഡോക്ടർമാർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആ കുട്ടി അവസാനം വൈകുന്നേരം മരിച്ചു ചെയ്യുന്നത്. പക്ഷെ അതുവരെയും ആ കുട്ടിക്ക് എല്ലാത്തരം മരുന്ന് ബ്ലഡ് കൊടുക്കുന്നു, ഗ്ലൂക്കോസ് കൊടുക്കുന്നു, ഭക്ഷണമായി കൂടെ ഫ്ലൂയിലാക്കി കൊടുക്കുന്നു, അതിന് ജീവൻ നിലനിർത്താൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഡോക്ടർമാർക്ക് അറിയാൻ വേണ്ടി രക്ഷപ്പെടില്ല. പക്ഷെ അത് ചെയ്തു. അതാണ് എത്തിക്സ്. വേറെ എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ അത്രയും നിർത്തുക. സോ വാട്ട് ഈസ് ആൻ എത്തിക്സ്? എത്തിക്സ് എന്ന് പറയുന്നത് സമൂഹം തീരുമാനിക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ആണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ എത്തിക്സ് അല്ല വേറെ രാജ്യത്തെ എത്തിക്സ്. വേറെ രാജ്യത്തെ ഒരു നിയമ രീതിയാണ് ഇവിടുത്തെ. ഇപ്പൊ നിങ്ങളിപ്പം ഇവിടുത്തെ രീതിയിലെ എത്തിക്സ് അല്ല. കോവളം ബീച്ചിലെ എത്തിക്സ് വേറെയാണല്ലേ. ഇപ്പൊ അമേരിക്ക ഹവ ബീച്ചിൽ വേറെ എത്തിക്സ് ആണ്. അത് അവിടുത്തെ സമൂഹം അംഗീകരിച്ചുള്ള കാര്യമാണ്. അത് തീരുമാനിക്കും. ഇവിടെ പുകവലിക്കാൻ സിനിമാ തിയേറ്റർ പുകവലിക്കാൻ പാടില്ല, അത് നിയമമാണ്. മറ്റേ സ്ഥലത്ത് ആശുപത്രിയിൽ നിന്ന് പുകവലിക്കും, ബസ്സിനകത്ത് പുകവലിക്കും, വിമാനത്തിൽ പുകവലിക്കും, അక్కడ തടയാൻ പാടില്ല. അതിന്റെ എത്തിക്സ് ഉണ്ട്. അതിന് അപകടങ്ങളുണ്ട്. അതുകൊണ്ട് വാട്ട് ഇസ് എത്തിക്സ്? എത്തിക്സ് ഇസ് എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് വിത്ത് എ സൊസൈറ്റി ഡിറ്റർമൈൻ വാട്ട് ഈസ് ടു ബി ലെജിറ്റിമേറ്റ് ഓർ നോൺ ലെജിറ്റിമേറ്റ്. അർത്ഥം എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് സമൂഹം തീരുമാനിക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് നിയമങ്ങളെ വിളിക്കുന്നവരാണ് എത്തിക്സ്. Ethics is a set of standard with which a society determine what is to be done or not done, or what is a legitimate or not legitimate. വാക്ക് legitimate എന്നാണ് പുസ്തകത്തിൽ പഠിച്ചത്. ഞാൻ ഇത് വായിക്കാം. Ethics include a set of standards by which a community regulates its behavior and decides as to which activity is legitimate and which is not. ഏത് ആക്ടിവിറ്റിയാണ് സ്വീകാര്യമായത്, അതാണ് സ്വീകാര്യമല്ലാത്തത് എന്ന് സമൂഹം തീരുമാനിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? അവിടുത്തെ എത്തിക്സ്. ഇതാണ് പ്രൊഫഷണൽ എത്തിക്സ്. അല്ലാതെ ഞാൻ എന്താ പറയുന്നത്, ബയോടെക്നോളജി ഒരുപാട് അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. അവിടെ നമ്മൾ എത്തിക്സ് കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ എന്താണെന്ന്. യൂസ് ഓഫ് എലിമെന്റ്സ് ഇൻ ബയോടെക്നോളജി കോസ് ഗ്രേറ്റ് സഫറിംഗ് ടു ദ. ശരിയല്ലോ, ഞാൻ എത്ര പരീക്ഷണം പറഞ്ഞ മൃഗങ്ങളിൽ അപ്പോൾ ജീൻ കടത്തിവിടുന്നു, എത്തിക്സ് എഫക്ട് നോക്കുന്നു, ദോഷമാണ്, അത് അടുത്തതിനെ എടുക്കുന്നു, കുത്തിടുന്നു. സോ using animals in biotechnology is doing more cruelty to animals. അല്ലെ, ആ അനിമൽസ് ഭയങ്കര സഫറിങ്സ് ആണ്. ഇപ്പൊ ഇവിടെ തന്നെ റോസി പശുവിനെ തന്നെ നമുക്ക് പാല് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യല്ലേ. റോസി പശുവിന് നല്ല നിർബന്ധമുണ്ടോ മനുഷ്യർ പാല് കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ റോസി പശുവിന്റെ ഒരു ഫാക്ടറി ആയിട്ടാണ് കാണുന്നല്ലേ. അതാണ് അനിമൽസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഫാക്ടറീസ്. റോസി പശുവിനെ ഒരു ഫാക്ടറി ആക്കി മാറ്റി. അതിൽ എത്തിക്സിന് തെറ്റായ കാര്യമൊന്നും പാടില്ലെന്നാ പറയാം. ഇൻട്രൊഡ്യൂസിങ് ജീൻ ഇൻ ടു എ സ്പീഷീസ്. ഒരു സ്പീഷീസിലേക്ക് മറ്റൊരു സ്പീഷീസിന് ജീൻ കടത്തിവിടുന്നത്, തിരിച്ച് ചെയ്യുന്നത് അതിന്റെ ഇറ്റ്നെസ്സിനെ ഇല്ലാതാകും. ഇറ്റ്നെസ് എന്ന് വെച്ചാൽ ഇറ്റ്നെസ് എന്ന് വെച്ചാൽ ഒരു ജീവിന്റെ ത്വം, അതിൻ്റെതായ സ്വത്വം എന്നൊക്കെ പറഞ്ഞത് മലയാളത്തിൽ. സത്വം അങ്ങനെ സ്വത്വം, മനുഷ്യന്റെ മനുഷ്യത്വം. മനുഷ്യന് മനുഷ്യത്വം ഒന്നുണ്ടല്ലേ, എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്തായാലും ജീവിത രീതികൾ. മൃഗത്തിന്റെ അത് ത്വമുണ്ട്, പട്ടിക്കൊരു പട്ടിത്വമുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ സിംഹം വന്നിട്ട് ഇങ്ങനെ അല്ലൂറി വിളിക്കാൻ വന്നു ഞാവുന്നാക്കി എന്തായിരിക്കും, അത് നിങ്ങൾ ചിരിക്കല്ലേ. സിംഹത്തിന് വളരെ അകർന്ന എങ്ങനെയായിരിക്കും ഒരു ചിന്തയുണ്ട്. അപ്പൊ സിംഹത്തിന് ശബ്ദം ഉണ്ടാക്കുന്ന ജീവൻ മാറ്റിയ ശേഷം പൂച്ചയുടെ ശബ്ദം ഉണ്ടാകുന്ന ജീവൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സിംഹം ഞാവുന്നാക്കിയ ആ സിംഹത്തിന്റെ ത്വം പോയില്ലേ. അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ജീവിയുടെ ജീൻ മാറ്റി മറ്റൊരു ജീവിയുടെ ജീൻ വെക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതിന്റെ ഇറ്റ്നെസ്സിനെ ഇല്ലാതാക്കും. ഇൻട്രൊഡ്യൂസിംഗ് ജീൻ ഫോർ വൺ സ്പീഷീസ് ടു അനദർ ഈസ് വയലേറ്റിംഗ് ദ ഇന്റഗ്രിറ്റി ഓഫ് ദ സ്പീഷീസ്. ആ സ്പീഷീസിന്റെ ഇന്റഗ്രിറ്റി ഉണ്ട്. നാട്ടിലുള്ള വിഷപ്പാമ്പിനെ എല്ലാം പിടിച്ച് നിങ്ങൾ വിഷത്തിന്റെ ജീവൻ എടുത്ത് കളയെന്ന് വെച്ചോളൂ. വിഷപ്പാമ്പുകൾക്ക് പിന്നെ ഭൂമി ജീവിക്കാനൊക്കെ ഇതായിപ്പോ. കാരണം അതിനും വിഷം ഉണ്ടെങ്കിലേ ജീവിക്കാൻ നോക്കും. കാരണം അത് ശത്രുക്കളാക്കാൻ വയ്ക്കാനും ശത്രു രക്ഷ നേടാനും ഇര തേടാനും ഒക്കെ വിഷം വേണം. നിങ്ങൾ ഭൂമിയിലെ എല്ലാ പാമ്പിന്റെ വിഷത്തിന് കാരണം ജീവൻ എടുത്ത് കളഞ്ഞിട്ട് പാമ്പിനെ വളർത്തും, അത് നശിച്ചു. മാത്രമല്ല അവർ പിന്നെ ആരായി കടുവയെ പോലെ അവരുടെ കടുവ തടറുമ്പോൾ കിളിയെ പോലെ കിളി ശബ്ദമാണെങ്കിൽ കടുവ തന്നെ കാണിച്ചു കൊടുത്തില്ല. അതാണ് ചേഞ്ചിങ് ദ ജീൻ ഓർ ഇൻട്രൊഡ്യൂസിംഗ് എ ഫോറിൻ ജീൻ ഈസ് ഇന്റഗ്രേറ്റിംഗ് ഓർ ചേഞ്ചിങ് ഇറ്റ്സ് ഇന്റഗ്രിറ്റി എന്നാണ് പറയുന്നത്. ട്രാൻസ്ഫറിംഗ് ഹ്യൂമൻ ജീൻ ഇൻ ടു അനിമൽ ആൻഡ് വൈസ് വേഴ്സ ഈസ് ഡൈല്യൂട്ടിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻനെസ്. മനുഷ്യന്റെ ജീൻ എടുത്ത് എലിക്ക് കൊടുക്കുക അല്ലെങ്കിൽ മൃഗത്തിന് കൊടുക്കുക, മൃഗത്തിന്റെ ജീൻ എടുത്ത് മനുഷ്യന് വയ്ക്കുക. അതൊക്കെ മനുഷ്യത്വം എന്ന ഒരു മീനിങ്ങിന് ഒരു ഡൈല്യൂട്ട് ചെയ്യുകയാണ്, വെള്ളം ചേർക്കണം. മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു സ്വത്വത്തിന് മായം ചേർക്കുന്ന പരിപാടിയാണെന്നാണ് ഇതിൽ പറയുന്നത് അല്ലെ. ഒരർത്ഥത്തിൽ അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ഓർക്കുന്നതെല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ മറ്റൊരു ആംഗിളിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ കഴിയും. അതുപോലെ ബയോടെക്നോളജി മേ ഡിസ്റെസ്പെക്ട്ഫുൾ ടു ലിവിംഗ് ബീയിങ് ആൻഡ് only exploiting for the benefit of human being. അല്ലെ,
ബയോടെക്നോളജി ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാര് മൃഗങ്ങളോട് ഒട്ടും റെസ്പെക്ട് കാണിക്കുന്നത് ഡിസ്റെസ്പെക്ടിങ് അനിമൽസ്. കൊല്ലുന്നു, അവയവങ്ങൾ മാറ്റി വെക്കുന്നു, എടുക്കുന്നു, കൊടുക്കുന്നു, അല്ലെ? only exploiting for human being. ഒരു മൃഗവും നന്നാവട്ടെ എന്ന് വെച്ചൊരു മനുഷ്യനൊന്നും ചെയ്യുന്നില്ല. മനുഷ്യൻ നന്നാവട്ടെ എന്ന് വിചാരിച്ചാണ് ബയോടെക്നോളജി എല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ബയോടെക്നോളജി മേ കോസ് അൺഫോർസീൻ റിസ്ക് ടു എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് റിസ്ക് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമ്മൾ കാണാത്ത, പ്രതീക്ഷിക്കാത്ത ഒരുപാട് റിസ്ക് എൻവയോൺമെന്റിനും ബയോഡൈവേഴ്സിറ്റിക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാ പറയുന്നത് ബയോടെക്നോളജി. ഫോർ എക്സാമ്പിൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ് സൂപ്പർ ബഗ്. എന്താണ്? ഹൈഡ്രോ കാർബണെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബാക്ടീരിയ. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാക്ടീരിയ, നമ്മുടെ ഹെർബോയും ഖൊരാനയൊക്കെ ചേർന്ന് ഉണ്ടായിട്ടുള്ള ഒരു ബാക്ടീരിയ. ഈ ബാക്ടീരിയ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കടലിലെ എണ്ണ കപ്പലെല്ലാം മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കടലിൽ പെടുന്ന എണ്ണകളെടുത്ത് ഈ ബാക്ടീരിയ ഇട്ട് കൊടുത്താൽ മതി. ഈ ബാക്ടീരിയ എണ്ണയെല്ലാം വിഘടിപ്പിച്ച് തീർക്കും, രക്ഷപ്പെട്ടു, കടൽ ശുദ്ധമായി. പക്ഷെ ഈ ബാക്ടീരിയ എങ്ങനെയെങ്കിലും ഒരു എണ്ണ കിടന്നകത്തായിപ്പോയാൽ, അറേബ്യയുള്ള എണ്ണ കിടന്നകത്ത് അങ്ങനെ ഇതായിപ്പോയാൽ ഇതോടെ മട്ടിപ്പിളി എണ്ണ കൂടി ഇല്ലാതെ കളയല്ലേ, പിന്നെ പമ്പ് വെറും വെള്ളം കിട്ടത്തുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ദോഷമല്ലേ അതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടലിലൊക്കെ വസിക്കുന്ന ചില മൈൽഡ് രോഗങ്ങളുണ്ടാകുന്ന ചില രോഗാണുകളുണ്ട്. ചില മരുന്ന് ആന്റിബയോട്ടിക് കൊണ്ട് അവയെ കൊല്ലാൻ കഴിയും. നമ്മളിങ്ങനെ ജീൻ മാറ്റി വെച്ച് അവയൊക്കെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്ന് കൊണ്ട് അവയെ കൊല്ലാനൊക്കെ ഒക്കില്ല. അതൊക്കെയാണ് അതിന്റെ ദോഷം. ഇതൊക്കെ അതിനകത്ത് വരുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇതൊക്കെയാണ് അതിനകത്തുള്ള കാര്യങ്ങളെന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്കൊരു ക്ലാസ് കൊണ്ട് എടുക്കേണ്ടി വരും. അപ്പോഴേ ബാക്കി കുറിച്ച് പറയാം. ഓക്കെ.